Hi dears, welcome to AGS classes. Contemporary India and Education in the course 5th unit ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The name of that unit is Implications of Equality of Educational Opportunities. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പക്ഷേ ലെസൺ 7 എന്ന പേരിലായിരിക്കും കിടക്കാം. So let's discuss the details of this unit in the coming slides. Introduction. There are social inequalities. നമുക്കറിയാം India is very famous and it is known as a nation of unity in diversity. ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഇനീക്വാളിറ്റി അല്ലെ, ഇറ്റ്സ് വെൽ നോൺ ഫോർ ഇനീക്വാളിറ്റി. സോഷ്യൽ ഇനീക്വാളിറ്റി ഈസ് ദയർ അല്ലെ, തുല്യതയില്ലായ്മ നമുക്കറിയാം. പല ആളുകൾ പല രീതിയിലാണ്. In India, discriminations are based on caste, religion, economic status, gender difference, place of residence, nature of occupation and its status. നമുക്കറിയാം ഇന്ത്യയിൽ പല രീതിയിലുള്ള ഇനീക്വാളിറ്റീസ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ, വേർതിരിവുകളുണ്ട്. എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ്? കാസ്റ്റ് അല്ലെ, ജാതി, മതം, ഇക്കണോമിക് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ആ ഒരു ക്ലാസ് അല്ലെ, ഹൈ ക്ലാസ് ആണോ, ലോ ക്ലാസ് ആണോ, വർക്കിംഗ് ക്ലാസ് ആണോ, ഓക്കെ. Then gender difference, സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ, LGBTQ+, okay. Place of residence, ചില ആളുകള് എവിടെ, നോർത്ത് ഇന്ത്യയിലായിരിക്കാം, സൗത്ത് ഇന്ത്യയിലായിരിക്കാം. ഇവരൊക്കെ പരസ്പരം ഭയങ്കര നല്ല രീതിയിലല്ല അല്ലെ, എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാടാണ് വലുത് എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ ദ കേസ് ഓഫ് പ്ലേസ് ഓൾസോ ഇനീക്വാളിറ്റി ഈസ് ദയർ. നേച്ചർ ഓഫ് ഓക്യുപ്പേഷൻ, ഇനി ഏത് രീതിയിലുള്ള ജോലിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചും അവര് വ്യത്യസ്തരാണ് ആളുകൾ. ആൻഡ് ഇറ്റ് സ്റ്റാറ്റസ്, നമുക്കറിയാം എല്ലാ ജോലിക്കും അതിന്റെ മഹത്വം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും ആളുകൾ ചില ജോലികളൊക്കെ എന്തോ ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഡിസ്ക്രിമിനേഷൻ, ഇന്ത്യയിൽ എല്ലാവരും ഈക്വൽ ആണ് നിയമം മൂലം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് തരുന്നുണ്ട് ഇക്വാളിറ്റി എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇനീക്വാളിറ്റി ഉണ്ട്. എഡ്യൂക്കേഷൻ ഈസ് എ ഗ്രേറ്റർ സോഷ്യൽ ലെവലർ. നമുക്ക് ഈ ഇനീക്വാളിറ്റി ഒക്കെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ലെവലർ ആണ് എന്ത്? എഡ്യൂക്കേഷൻ. ഇപ്പൊ എഡ്യൂക്കേഷനിലൂടെ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ പോലും എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് നല്ല ജോലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ സോഷ്യൽ ക്ലാസ് ഉയർന്നിട്ടുണ്ട് അല്ലെ, അതായത് അവര് കുറച്ചും കൂടെ എംപ്ലോയിഡ് ആകുമ്പോൾ അവർക്ക് ഇക്കണോമിക് ക്ലാസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ജോലി ഉണ്ടെങ്കിൽ സ്ത്രീകളുടെ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റസ് ലെവൽ ചെയ്യാനായിട്ട് ഈക്വാലിറ്റിക്ക് ഏറ്റവും വേണ്ടത് എഡ്യൂക്കേഷൻ തന്നെയാണ്. Gandhiji firmly believed that through education we can bring in a silent social revolution. അല്ലെ, എഡ്യൂക്കേഷനിലൂടെ നമുക്കൊരു സൈലന്റ് സോഷ്യൽ റെവല്യൂഷൻ പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് ചേഞ്ച് അല്ലെ, ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷെഡ് ഉണ്ടാവും അതില്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കും, കുറെ പേര് മരിക്കും, വയലൻസ് വിൽ ബി ദയർ. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു നിശബ്ദ വിപ്ലവം എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഒരു കംപ്ലീറ്റ് ചേഞ്ച് അല്ലെ, സോഷ്യൽ ലെവലിംഗ് ക്യാൻ ബി ഹാപ്പൻ വിത്ത് എഡ്യൂക്കേഷൻ. ദ മീനിങ് ഓഫ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ഇനി എഡ്യൂക്കേഷനിൽ എന്താണ് ഇക്വാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ? ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ according to 1986 NPE has defined equality in education or equity in education as making available to all students quality education from primary school to higher education without discrimination. അതായത് പ്രൈമറി മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. All children should get similar educational opportunities and educational environment facilitating everyone to get education. എല്ലാ കുട്ടികളെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരുപോലെ കാണണം. അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം ഈക്വൽ ആണ് അല്ലെ. അവർക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. Equality in constitutional provisions. Okay, according to constitutional provisions, എന്താണ് ഇക്വാലിറ്റി? ആർട്ടിക്കിൾ 14, കുറച്ച് ആർട്ടിക്കിൾസ് ആണ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ പറയുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ആണ്. Article 14 is ensuring that the article states that the state shall not deny to any personal equality before the law or the equal protection of the laws within the territory of India. Indian territory
എന്താണ്, ഒരാൾക്കും ഇക്വാളിറ്റി നിഷേധിക്കാനുള്ള അവകാശം നമുക്കില്ല. ഓക്കെ, ഇന്ത്യൻ ടെറിട്ടറിയിൽ എല്ലാവരും സമന്മാരാണ് നിയമത്തിന് മുൻപിൽ, അല്ലെ? അതുപോലെ തന്നെ നിയമ സംരക്ഷണത്തിന് മുൻപിലും നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാനും എല്ലാവരും സമന്മാരാണ്. According to Article 15, it forbids discrimination on grounds only of religion, race, caste, sex, or place of birth, or any of them. അല്ലെ? അതായത് ഡിസ്ക്രിമിനേഷൻ തടയുന്നുണ്ട്, അല്ലെ? എന്തിന്റെ ബേസിലുള്ള? റേസ്, വർഗം, കാസ്റ്റ് പറഞ്ഞു വെച്ചാല് ജാതി, സെക്സ്, അല്ലെ? ഒരു പ്ലേസ് ഓഫ് ബർത്ത്, ഇത് മൂലമുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയാക്കുന്നു. അല്ലെ? ഇത് മൂലം ഒരിക്കലും ഇന്ത്യയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ആളുകളെ. No citizen should be prevented from public places. ഈ ഒരു കാര്യം പറഞ്ഞു. അതായത് നീ ഈ എന്താ പറയാ മതത്തിലുള്ള ആളാണ്, അതുകൊണ്ട് നീ ഇവിടെ വരാൻ പാടില്ല. പബ്ലിക് പ്ലേസസ്. ഓക്കെ, അപ്പൊ ആരാധനാലയങ്ങളല്ല, ആരാധനാലയങ്ങൾ ഇറ്റ്സ് നോട്ട് എ പബ്ലിക് പ്ലേസ്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് അത് അങ്ങനെ ചിന്തിക്കുക, അല്ലെ? ഇപ്പൊ എന്താ പറയാ, ഒരു ജാതിയിലുള്ള ആരാധനാലയത്തിൽ വേറെ ജാതിക്കാർക്ക് പോയിക്കൂടാ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ പബ്ലിക് പ്ലേസസിൽ ഈ ഒരു കാരണം കൊണ്ട് ആരെയും നമുക്ക് വിലക്കാൻ പാടില്ല. Article 16 states that it assures equality of opportunity in matters of public employment, and it prevents the state from any sorts of discrimination on the grounds of religion, race, caste, sex, descent, place of birth, or residence, or any of them. സോ ആർട്ടിക്കിൾ 16 ഒന്നും കൂടെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കാര്യത്തിൽ നമ്മളെ ഒരു വ്യക്തിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. റിലിജിയന്റെ, റേസിന്റെ, കാസ്റ്റിന്റെ, സെക്സിന്റെ, ഡിസെന്റ് എന്ന് പറഞ്ഞ പാരമ്പര്യത്തിന്റെ, പ്ലേസ് ഓഫ് ബർത്ത്, ഓഫ് റെസിഡൻസ്, അല്ലെ? വീട് എവിടെ ഇരിക്കുന്നത്, അതായത് ഏത് ഏത് നാട്ടുകാരനാണ്, ഈ കാര്യങ്ങളിലൊന്നും നമ്മൾ ഒരാളെ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 17 അതനുസരിച്ചിട്ട് എന്താണ്? ഇറ്റ് ഫോർബിഡ്സ് ദ പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഇൻ എനി ഫോം. പണ്ടുണ്ടായിരുന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തൊട്ടുകൂടായ്മ. അതായത് താഴ്ന്ന ജാതിയിലുള്ള ആളുകളെ തൊടാൻ പാടില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഇനീക്വാളിറ്റി ഒരിക്കലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. The enforcement of any disability arising out of untouchability shall be an offense punishable in accordance with law. ഇപ്പൊ അങ്ങനെ ഒരു കാസ്റ്റിനെ, ഒരു പ്രത്യേക കാസ്റ്റിനെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്സിനെ, അല്ലെ, ജെൻഡറിനെ ഒരു വേർതിരിവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിയമത്തിന് എതിരാണ്. അവരെ നിയമം മൂലം ശിക്ഷിക്കാനുള്ള വകുപ്പുണ്ട്. Article 18 is telling that no title, nor being a military or academic distinction, shall be conferred by the state. അല്ലെ? അപ്പോ എന്താ പറയുന്നത്? ഒരു എന്താ പറയാ ടൈറ്റിലോ, അല്ലെങ്കിൽ ടൈറ്റിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന പദവി എന്നുള്ളതാണ്. നോട്ട് ബീയിങ് എ മിലിറ്ററി ഓർ അക്കാഡമിക് ഡിസ്റ്റിങ്ഷൻ ഷാൾ ബി കൺഫേർഡ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിന്, ഇപ്പൊ ഈ സ്റ്റേറ്റിന് കുറച്ചധികം പവർ ഉണ്ട്, അല്ലെ? കുറച്ചധികം പദവി ഉണ്ട്, ഈ സ്റ്റേറ്റിന് കുറച്ചധികം പദവി, അങ്ങനെയൊന്നുമില്ല, അല്ലെ? അങ്ങനെ ഒരു സ്റ്റേറ്റിനും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റില്ല. മറ്റ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ മറ്റ് പ്ലേസുകൾ മോശമാണോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇക്വാലിറ്റി ഉറപ്പ് തരുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Causes for inequality in education. Huge disparities in the socio-economic status of people. അല്ലെ? അതായത് സ്റ്റേറ്റസ് ഓഫ് പീപ്പിൾ, കുട്ടികളുടെ സ്റ്റേറ്റസ് പറഞ്ഞു വെച്ചാൽ സ്റ്റേറ്റസ് ഓഫ് പാരന്റ്സ്, അല്ലെ? ഇപ്പൊ സ്കൂളിലൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇൻ ഗവൺമെന്റ് സ്കൂൾസ്, മറ്റേ ഇംഗ്ലീഷ് മീഡിയം ഓർ ഹൈ സ്റ്റാൻഡേർഡ് സ്കൂൾസിന്റെ കാര്യമല്ല പറയുന്നത്. ഹൈ സ്റ്റാൻഡേർഡ് ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ, ഭയങ്കര വലിയ സ്കൂളാണ് പ്രൈവറ്റ് സ്കൂൾസ്, അല്ലെ? അപ്പൊ അങ്ങനത്തെ സ്കൂൾ അല്ലാതെ അവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഗവൺമെന്റ് സ്കൂളുകൾ നോക്കുകയാണെങ്കിൽ ഓരോ കുട്ടിയും ഓരോ സോഷ്യൽ സ്ട്രാറ്റയിൽ നിന്ന് വരുന്നതാണെന്ന് നമുക്ക് കാണാം. റീജിയണൽ ഇംബാലൻസസ്, പിന്നെ പല സ്ഥലത്തു നിന്ന് വരുന്ന ആളുകൾ പല രീതിയിലായിരിക്കും. ഡിസ്പാരിറ്റി ഇൻ സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ അവൈലബിൾ ഇൻ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് അവർ കൺട്രി. പിന്നെ ഓരോ നാട്ടിലെയുള്ള ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡിഫറെന്റ് ആണ്. അത് ഇതിൽ പറയുന്നുണ്ട്, നോക്കൂ. ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ് ലാഗ് ഇൻ എഡ്യൂക്കേഷൻ. നോർത്തേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ് ആൻഡ് മധ്യപ്രദേശ്, അവർക്കൊന്നും അങ്ങനെ എഡ്യൂക്കേഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ എഡ്യൂക്കേഷന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് വെരി ലെസർ ഇൻ കമ്പാരിറ്റീവ് ടു കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര, അല്ലെ? അതായത് സൗത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ എഡ്യൂക്കേഷൻ ഈസ് എ ലിറ്റിൽ ബിറ്റ് ലാക്ക്.
a little bit less quality is there. Then inequality in the quality of education available. ഇനി ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്, നമ്മളതാ പറഞ്ഞത്. സ്റ്റാൻഡേർഡ്സ് ഓഫ് സ്കൂൾസ് ആൻഡ് കോളേജസ് ക്രിയേറ്റ് an extremely interactable form of education. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ എൻഷുർ ചെയ്യണം. ഡിസ്പാരിറ്റീസ് ഇൻ ദി എഡ്യൂക്കേഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്, സ്ത്രീ പുരുഷ വിവേചനം എഡ്യൂക്കേഷന്റെ കേസിലുണ്ട്. ഇനി ഇപ്പോഴുണ്ടോ എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. കാരണം കുറച്ച് മുമ്പ് വരെയൊക്കെ ഈവൻ ഇൻ കേരള ദിസ് ഡിസ്പാരിറ്റി വാസ് ദെയർ. പാരന്റ്സ് ഷോ മോർ ഇൻട്രസ്റ്റ് ടുവാർഡ്സ് ദി എഡ്യൂക്കേഷൻ ഓഫ് ബോയ്സ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീടിന്റെ അവിടെ, നിങ്ങളുടെ പരിചയം ഉണ്ടോ എന്ന് അറിയില്ല, ഞാനൊക്കെ ഒരു ചെറുതാകുമ്പോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു, അന്നൊക്കെയാണ് ഈ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ള ഒരു ട്രെൻഡ് ഒക്കെ അങ്ങോട്ട് കുറച്ച് സജീവമായിട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് കുറെ കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ പറഞ്ഞു ഗേൾസിന് എന്തായാലും കെട്ടിച്ചു വിടാനുള്ളതാണ്, ഒരു 10th കഴിഞ്ഞാൽ അവരെ കെട്ടിക്കണം, അപ്പൊ കുറെ പൈസ. പണ്ടൊക്കെ ഈ സ്ത്രീധനൊക്കെ ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് അവരെ കെട്ടിച്ചു വിടണം. പക്ഷെ ആൺകുട്ടികളാണ് നമ്മളെ നോക്കണം, മീൻസ് പാരന്റ്സിനെ നോക്കണം. അപ്പൊ അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് പൈസ ഒന്നും മുടക്കാത്ത ഗവൺമെന്റ് സ്കൂൾ മോശമെന്നല്ല പറയുന്നത്, പക്ഷെ ആ ഒന്നത്തെ ഒരു കോൺസെപ്റ്റില് ഗവൺമെന്റ് സ്കൂളിൽ എഡ്യൂക്കേഷൻ മോശമാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് നല്ല എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബോയ്സിനെയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ടു പഠിപ്പിക്കും, സെയിം പാരന്റ്സ് അല്ലെ, സെയിം അച്ഛനും അമ്മയും. പെൺകുട്ടികളെ എന്ത് ചെയ്തിരുന്നു, ഇതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിൽ അയച്ചിട്ട് പഠിപ്പിച്ചിരുന്നു. അപ്പൊ പാരന്റ്സിന് പഠിപ്പിക്കില്ല. അവർക്ക് ചെറുപ്പം മുതൽ അവർക്ക് ട്രെയിനിങ് എന്തിനാണ്, നമ്മുടെ പാരന്റ്സ് ആണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് അല്ലെ, അടുക്കളക്കാരികളാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളെ നോക്കലും പാചകം ചെയ്യലും അതിന് സ്കൂളിലൊന്നും പോകണ്ട, വീട്ടിലിരുന്നാൽ മതി, താഴെയുള്ള കുട്ടികളെ നോക്കാം. ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രെയിനിങ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാം, ഇറ്റ്സ് ഓൾസോ എ ഗ്രേറ്റ് ട്രെയിനിങ് ഫോർ ദ കിച്ചൺ ജോബ്. അപ്പൊ എനിവേ ആ ഒരു ഇനീക്വാളിറ്റി ഉണ്ടായിരുന്നു. കോസസ് ഫോർ ഇനീക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, എന്താണ് അതിന്റെ കാരണം? ഗ്രോസ് ഇനീക്വാലിറ്റീസ് ഇൻ ഹോം കണ്ടീഷൻ ഓഫ് പീപ്പിൾസ് അല്ലെ, വിദ്യാർത്ഥികളുടെ വീട്ടിലും പല രീതിയിലുള്ള കണ്ടീഷൻ ആയിരിക്കും. ഹോം എൻവയറൺമെന്റ് വാരീസ് ബിറ്റ്വീൻ അർബൻ ഹോംസ് ആൻഡ് റൂറൽ ഹോംസ്. പിന്നെ നമുക്കറിയാം ഈ സിറ്റിയിലൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി ഇൻ ദ സെൻസ് അവർ കുറച്ചും കൂടെ ലോകം കണ്ടതായിരിക്കും, പലതരത്തിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗ്രാമങ്ങളിലാണ് എന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും, അതായത് അവരുടെ ഗ്രാമത്തിലുള്ള ആളുകളെ മാത്രമേ അവർ മീറ്റ് ചെയ്യുന്നുള്ളൂ. അവരെങ്ങനെയാണോ പണ്ടത്തെ കാലം മുതലേ ചിലപ്പോൾ മാറാത്ത വില്ലേജസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പാരിറ്റി ഉണ്ട്, അതായത് സിറ്റി ആൻഡ് വില്ലേജ് എന്നുള്ള ഒരു ഡിസ്പാരിറ്റീസ്, ഹ്യൂജ് ഡിസ്പാരിറ്റീസ് എമംഗ് ദ സോഷ്യൽ ക്ലാസ്സസ്. അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ്സസിലും ഇതുപോലെ തന്നെ ഒരുപാട് ഡിസ്പാരിറ്റി ഉണ്ട്. അതായത് ആളുകള് പല രീതിയിലുള്ള ആളുകളുണ്ട്. അതായത് disparity in traditionally educated communities, the socially backward, marginalized sections, tribal communities, weaker sections, Muslim and other minorities. അപ്പൊ അതായത് പണ്ട് മുതലേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവരുടെ മക്കൾക്ക് അവർ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും. അതുപോലെ ആവില്ല കുറച്ച് എഡ്യൂക്കേഷനിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള പാരന്റ്സ് ഒരിക്കലും ചിലപ്പോൾ അവർക്ക് മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കില്ല. പിന്നെ അവര് വീട്ടിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇവർക്ക് അറിയില്ല പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ ചിലപ്പോൾ ബാക്ക്വേർഡ് ആവും. അങ്ങനെ ബാക്ക്വേർഡ് ആവുമ്പോൾ തോൽക്കുമ്പോൾ പിന്നെ അവരെ പഠിപ്പിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഡിസ്പാരിറ്റി ഇറ്റ് ഈസ് ദെയർ ഇൻ അവർ സൊസൈറ്റി. ദ സോഷ്യലി ബാക്ക്വേർഡ് മാർജിനലൈസ്ഡ് സെക്ഷൻസ്, അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് എന്ന് പറഞ്ഞു വെച്ചാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജെൻഡർ മാർജിനലൈസേഷൻ ഉണ്ട്, ഇക്കണോമിക് മാർജിനലൈസേഷൻ ഉണ്ട്, അതുപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, വീക്കർ സെക്ഷൻസ് അല്ലെ, മുസ്ലിം ആൻഡ് അതർ മൈനോറിറ്റി ഗ്രൂപ്പ്സ്, ഇവരുടെ ഇടയിലൊക്കെ വിദ്യാഭ്യാസം പല ആളുകൾക്കും പല പോലെയാണ്. ഇപ്പം കുറച്ചു കാലം മുമ്പൊക്കെ നമ്മളുടെ ഇവിടെ മലപ്പുറത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു വെച്ചാൽ മുസ്ലിം ഗേൾസിനൊക്കെ ഒരു 10th വരെയൊക്കെയാണ് അവരെ പഠിപ്പിച്ചിരുന്നുള്ളൂ. പിന്നെ അവർക്ക് കല്യാണം കഴിപ്പിക്കണം. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഗേൾസ് അവരുടെ ഒരു വിൽ പവർ കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടിയായിട്ടൊക്കെ പഠിച്ച് ജോലിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ എല്ലാ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഒക്കെ ഇതുപോലത്തെ ഒരു രീതിയിൽ, മുസ്ലിംസ് മാത്രമല്ല, അത് കണ്ടിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ഹിന്ദുസും അങ്ങനെ തന്നെയായിരുന്നു. 10th കഴിയുമ്പോൾ കെട്ടിക്കുക എന്നുള്ളത് ഒരു ഫാഷനായിരുന്നു ആ സമയത്ത്. Then inequality in the management of educational institutions. അതുപോലെ all educational institutions are not under the same management. അല്ലെ, പലതരത്തിലുള്ള
എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്കൂൾ ഈസ് ഓക്കെ, മാനേജ്മെന്റ് സ്കൂൾ, എയ്ഡഡ് സ്കൂൾസ് ആർ ഡിഫറെന്റ്. പിന്നെ അതുപോലെ പ്രൈവറ്റ് സ്കൂളുകൾ അവിടുത്തെ മാനേജ്മെന്റും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. Educational institutions are under management of state or central governments, private individuals or trusts. Ways and means to provide equal opportunity in education. ഇനി എങ്ങനെയാണ് എല്ലാവർക്കും തുല്യ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? Some drastic measures are important. Uniform pattern of education across the country. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് രാജ്യം മുഴുവൻ ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, അതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമം പാസ്സാക്കാം. കോമൺ സ്കൂൾ സിസ്റ്റം ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ. പബ്ലിക് എഡ്യൂക്കേഷൻ എല്ലാവരും ഒരു പോലത്തെ ഒരു രീതി പിന്തുടരണം എന്നുള്ള ഒരു മാർഗരേഖ പുറപ്പെടുവിക്കാം. വീക്ക്നെസ് ഓഫ് ദ പ്രസന്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, പ്രൊവൈഡിങ് ഗുഡ് എഡ്യൂക്കേഷൻ. അങ്ങനെ നമ്മൾ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മകൾ കണ്ടെത്തിയിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, അത് റാറ്റിഫൈ ചെയ്തിട്ട്. ചിൽഡ്രൻ ആർ സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കപ്പാസിറ്റി ടു പേ ഫീസ്. അല്ലെ, പല രീതിയിലുമുള്ള ഇനീക്വാളിറ്റി ഉണ്ട്. അതായത് നമുക്കറിയാം നല്ല പബ്ലിക് സെക്ടർ സ്കൂളുകൾ, പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഗവൺമെന്റ് സ്കൂൾ അല്ല ഉദ്ദേശിച്ചത്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ നല്ല ഫീസ് കൊടുത്തിട്ട്, ലക്ഷങ്ങളൊക്കെ ഫീസ് കൊടുത്തിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കൊടുക്കുന്ന ഫീസ് അനുസരിച്ചിട്ട് കിട്ടുന്ന വിദ്യാഭ്യാസവും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിന് ഉള്ളൊരു എന്താ പറയാ റെമഡി എന്ന് പറഞ്ഞാൽ എന്താണ്? യോർ ട്യൂഷൻ ഫീ വിൽ ബി ചാർജ്ഡ്. അല്ലെ, ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിപ്പിക്കുക. ഗവൺമെന്റ് സെക്ടറിൽ ഫീസ് ഒന്നുമില്ല, പക്ഷെ ആളുകൾ ദേ ആർ ഗോയിങ് ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ. ബെറ്റർ ആണോ അല്ലേ എന്നുള്ളതല്ല, എനിവേ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആർ പ്രൊവൈഡിങ് ബൈ ദ സിംഗിൾ സ്റ്റേറ്റ്. Then removal of regional imbalances. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചില സ്റ്റേറ്റിൽ നല്ല ക്വാളിറ്റി, ചില സ്റ്റേറ്റിൽ ക്വാളിറ്റി ഇല്ലാത്ത എഡ്യൂക്കേഷൻ, അത് നമ്മൾ മാറ്റണം. കേരള ഹാസ് എ ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ബഡ്ജറ്ററി അലോക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ. കേരളത്തില് അത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബജറ്റിൽ കൂടുതൽ പൈസ ചെലവാക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഉണ്ടാവും. മറ്റുള്ള സ്റ്റേറ്റുകൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ കെയറിംഗ് ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇഷ്യൂസ് അവിടെ ഉണ്ട്. റിമൂവൽ ഓഫ് ദി അർബൻ റൂറൽ ഡിഫറൻസസ് ഇൻ എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഈ സിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ നല്ലത്, അതുപോലെ തന്നെ റൂറൽ എഡ്യൂക്കേഷൻ മോശം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഡിസ്പാരിറ്റി ഒഴിവാക്കണം. Importance of girls' education. Educational and employment facilities for girls should be expanded. കുട്ടികളും മീൻസ് സ്ത്രീകൾ, പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യണം. കാരണം അവർക്ക് നാളെ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരെയും അവെയർ ആക്കുക, അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിപ്പിക്കുക. അങ്ങനെ അവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ അതുപോലെ സ്കൂൾസ് ഫോർ ദി ഹാൻഡിക്യാപ്ഡ്. പിന്നെ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്പെഷ്യൽ സ്കൂൾസ് ഷുഡ് ബി ഓപ്പൺ അറ്റ്ലീസ്റ്റ് 1 in every താലൂക്ക്. അല്ലെ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കൂൾസ് താലൂക്കിൽ 1 എന്നുള്ള നിലയ്ക്കെങ്കിലും ഓപ്പൺ ചെയ്യും. ഇപ്പൊ ഗവൺമെന്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് പ്രോത്സാഹിപ്പിക്കുന്നത്, മറ്റുള്ള കുട്ടികളുടെ കൂടെ അവർ പഠിക്കട്ടെ എന്നുള്ളതാണ്. ദിസ് ഇസ് എ പോളിസി ഓഫ് ദ ഗവൺമെന്റ് നൗ. ദെൻ എഡ്യൂക്കേഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻസ് ഇൻ സൊസൈറ്റി. Scheduled class. Okay, scheduled castes and tribes, abolition of tuition fees. Okay, അതുപോലെ തന്നെ വീക്കർ സെക്ടറിലുള്ള കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. അവർക്ക് എന്താ പറയാ, അവർ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, എസ്പെഷ്യലി ദ SC/ST കുട്ടികൾ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്ര കാലം എഡ്യൂക്കേറ്റഡ് അല്ല, their parents are not at all educated. അപ്പൊ അവര് there is a tendency for going back in the case of education. അപ്പൊ അവർക്ക് അവരെ മുൻധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സൊസൈറ്റിയുടെയും കോൺസ്റ്റിറ്റ്യൂഷന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുക. Abolition of tuition fees. Primary education should be made completely free. നമ്മൾ പറഞ്ഞു 5 മുതൽ 14 വയസ്സ് വരെയുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു ട്യൂഷൻ ഫീസ് ഒന്നുമില്ല. ലിബറൽ സ്കീം ഓഫ് സ്കോളർഷിപ്സ്, അതുപോലെ തന്നെ ഗ്രാൻഡ് സ്കോളർഷിപ്സ് ആൻഡ് ഫിനാൻഷ്യൽ എയ്ഡ്സ്, അല്ലെ, ഇതൊക്കെ കൊടുക്കുക. അപ്പൊ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട്. കേരളത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, മറ്റു സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ വേണം. ഫ്രീ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് സ്റ്റേഷനറി, ഫ്രീ യൂണിഫോംസ് ആൻഡ് മിഡ് ഡേ മീൽ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഫ്രീ ട്രാൻസ്പോർട്ട്, അല്ലെ, സ്റ്റുഡൻസ് അറ്റ് ഹയർ സെക്കൻഡറി ക്ലാസ്സസ് ഷുഡ് ബി ഗിവൻ ഫ്രീ സൈക്കിൾസ് ആൻഡ് ലാപ്ടോപ്സ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇങ്ങനത്തെ കാര്യം കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ലെങ്കിലും മറ്റു പല സംസ്ഥാനത്തും ഈ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഫോർ എഡ്യൂക്കേഷൻ ഈസ് ഹാപ്പനിങ് ഈവൻ നൗ. കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ദ സെക്കൻഡറി സ്റ്റേജ്. അതുപോലെ തന്നെ
സെക്കൻഡറി സ്റ്റേജ് വരെ അല്ലെ, ഹയർ സെക്കൻഡറിയുടെ ആ ഒരു അത് വരെയെങ്കിലും കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധിത വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാം. റെക്കമെൻഡേഷൻസ് ഓഫ് കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇപ്പൊ കോത്താരി കമ്മീഷൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫോർ ദ റിഫോർമേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ അവര് കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഡയറക്റ്റ് കോസ്. The country should work towards a stage when all educations should be free. അതായത് എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? ഫ്രീ ആയിരിക്കണം. അതായത് ഒരു പൈസയും എഡ്യൂക്കേഷന്റെ പേരിൽ മീൻസ് എസ്പെഷ്യലി അപ് ടു ദ സെക്കൻഡറി ലെവൽ നോ ട്യൂഷൻ ഫീ ഷുഡ് ബി ഇഷ്യൂഡ്. പിന്നെ അതുപോലെ തന്നെ അതർ പ്രൈവറ്റ് കോസ്റ്റ് എഫേർട്സ് ആർ നീഡഡ് ടു റിഡ്യൂസ് ദി എക്സ്പെൻസസ് യൂണിഫോം ഡ്രസ് ട്രാൻസ്പോർട്ട് മിഡ് ഡേ മീൽസ് ടെക്സ്റ്റ് ബുക്ക് റൈറ്റിംഗ് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പൊ നിങ്ങൾക്കറിയാം 8ാം ക്ലാസ് വരെയൊക്കെ ഗേൾസിനൊക്കെ എന്താ പറയാ ഈ പറഞ്ഞ യൂണിഫോം ഫ്രീ ആണ്, ടെക്സ്റ്റ് ബുക്ക് ഫ്രീ ആണ്. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള കുറേ എന്താ പറയാ എയ്ഡ് അല്ലെങ്കിൽ കുറെ സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാനും എഡ്യൂക്കേഷൻ ഫ്രീ ആക്കാനും ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞ വ്യത്യസ്തത അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇൻ ദ നെയിം ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്കോളർഷിപ്സ് കൊണ്ടുവരാം അല്ലെ. കൺസിഡറബിൾ എംഫസിസ് ഷാൾ ബി ഗിവൺ ഹോസ്റ്റലേഴ്സ് ആൻഡ് ഡേ സ്കോളേഴ്സ് ഷാൾ ബി കൺസിഡേർഡ്. അപ്പൊ കുട്ടികൾ ഡേ സ്കോളർ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലേഴ്സ് അല്ലാത്ത കുട്ടികൾ, ദിവസം വീട്ടിൽ പോയി വരുന്ന കുട്ടികൾ, അപ്പൊ അവർക്കും അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിനൊക്കെ ഒരു സ്കോളർഷിപ്പ് നിശ്ചിത തുക നമ്മൾ സ്കോളർഷിപ്പ് ആയിട്ട് കൊടുക്കാം. 50% നാഷണൽ സ്കോളർഷിപ്സ് ഷുഡ് ബി അവാർഡഡ് ഓൺ ദ സ്റ്റേറ്റ് ബേസിക്സ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ 50% സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത് സ്കോളർഷിപ്സ്. ലോൺ സ്കോളർഷിപ്പ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ഫോർ സയൻസ് ആൻഡ് പ്രൊഫഷണൽ കോഴ്സസ്. ഇനി സയൻസും അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചെലവ് കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പൈസ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആയിട്ട് ഗ്രാന്റ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. എയ്ഡ് ലൈക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, ഡേ സ്റ്റഡി സെന്റേഴ്സ് ആൻഡ് ലോഡ്ജിംഗ് ഹൗസസ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ചിലപ്പോൾ റൂറൽ ഏരിയയിലുള്ള കുട്ടികൾക്കൊക്കെ ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു കിട്ടാക്കനി ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ഫീ വളരെ കൂടുതലായതുകൊണ്ട് അല്ലെ, ബസ്സിനൊക്കെ പൈസ ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് താമസിക്കാൻ ഹോസ്റ്റലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലോഡ്ജിംഗ് ഹൗസസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോത്താരി കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നത്. Then education for women, അതായത് എഡ്യൂക്കേഷൻ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഷുഡ് റിസീവ് സ്പെഷ്യൽ അറ്റൻഷൻ. കാരണം 50% കേരളത്തിലൊക്കെ ആണെങ്കിൽ മോർ ദാൻ 50% സ്ത്രീകളാണുള്ളത് മൊത്തം പോപ്പുലേഷന്റെ. അപ്പൊ അത്രയും ആളുകൾ സാക്ഷരരായി കഴിഞ്ഞാൽ, അത്രയും ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ, ജോലി ചെയ്യുന്ന ആളുകളായി കഴിഞ്ഞാൽ, ഇൻകം ഉള്ള ആളുകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഗുണം? ഇറ്റ് വിൽ ഇൻക്രീസ് ദി ഇക്കണോമി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അറ്റൻഷൻ ടുവാർഡ്സ് ഗേൾ എഡ്യൂക്കേഷൻ ആൻഡ് വിമൻ എഡ്യൂക്കേഷൻ ഈസ് നീഡഡ്. എഡ്യൂക്കേഷൻ ഫോർ ദി ഹാൻഡിക്യാപ്ഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ദ പ്രോഗ്രാം ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ into regular school programs should also require special attention. അപ്പൊ ഇവര് റെഗുലർ സ്കൂളിലേക്ക് വരികയാണെങ്കിലും they should have been given special attention. ടീച്ചേഴ്സ് ഒക്കെ അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, അവരോട് പെരുമാറാനായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ വേണം, ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അവർക്ക് മറ്റു കുട്ടികളെ പോലെയാണ്, എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയാണ് എന്ന് വിചാരിച്ചിട്ട് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. കണ്ണ് കാണാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡിൽ കുറെ എഴുതി നിറച്ചിട്ട് there is no use of at all. അപ്പൊ നമ്മൾ വീഡിയോ കാണിക്കുകയാണെങ്കിൽ എന്താണ്, സൗണ്ട് ഉള്ള വീഡിയോ കാണിക്കണം. ചെവി കേൾക്കാത്ത ആളുകൾക്ക് വീഡിയോ കാണിച്ചിട്ട് സൗണ്ട് ഉള്ള വീഡിയോ കാണിക്കുകയാണ്. ഓക്കെ, പല കാര്യമുണ്ടോ? നേരെ മറിച്ച് സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഷുഡ് ബി ചേഞ്ച്ഡ്. റീജിയണൽ ഇംബാലൻസസ് അല്ലെ, അതില്ലാതെയാക്കണം നമ്മൾ. ബാക്ക്വേർഡ് ഓഫ് ദ ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽസ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഓഫ് ദ ബാക്ക്വേർഡ് അല്ലെ, ബാക്കിലേക്ക് നിൽക്കുന്ന SC ST അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾസ് അല്ലെ, അതായത് റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്, അതായത് അവിടെ താമസിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടേക്ക് എന്താണ്, അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു കെയർ അറ്റൻഷൻ കൊടുക്കുക, അവർക്ക് റിസർവേഷൻ കൊടുക്കുക. ഇവിടെ ഈ ട്രൈബൽ അതുപോലെ തന്നെ SC ST സ്റ്റുഡൻസിന്. അപ്പൊ അവർക്ക് എന്താണ്, വീട്ടിലൊന്നും പോകണ്ട. ഈ ട്രൈബൽസ് പറഞ്ഞു വെച്ചാൽ ദേ ആർ ലിവിങ് ഇൻ എ വെരി മെറൂൺഡ് ആൻഡ് അലോഫ് പ്ലേസ്. അപ്പൊ അവിടുന്ന് അവർക്ക് സിറ്റിയിലേക്കോ അല്ലെങ്കിൽ സ്കൂളുള്ള സ്ഥലത്തേക്കോ വരിക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട്. അപ്പൊ അവര് അങ്ങനെ വരുമ്പോൾ അവർക്കൊരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹോസ്റ്റലും ഫുഡും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബി എഡ്യൂക്കേറ്റഡ്. ഹൈ ക്വാളിറ്റി ഇൻ ഗവൺമെന്റ് റൺ സ്കൂൾസ് അല്ലെ,
അപ്പൊ ഗവൺമെന്റിന്റെ സ്കൂളുകളിലായിരിക്കണം ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പൊസിഷൻ ഓഫ് ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്. ഇനി എല്ലാവരും ഇതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആക്കിയ പോരാ, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആവണം അല്ലെ. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക, വിദ്യാഭ്യാസം നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുല്യമായിരിക്കണം. ഇൻ തമിഴ്നാട്, നമ്മൾ തമിഴ്നാട് ആണ് ചെയ്യുന്നത്, ഇതാണ് തമിഴ്നാടിനെ സ്ട്രെസ് ചെയ്യുന്നത്. ഇൻ തമിഴ്നാട് സ്പെഷ്യൽ എഫേർട്സ് ആർ ബീങ് ടേക്കൺ ടു ഈക്വലൈസ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആവാൻ വേണ്ടി തമിഴ്നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴ്നാട് ഗവൺമെന്റ്. The following measures are being undertaken over the years. എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ഇൻ എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ തമിഴ്നാടിന്റെ തമിഴ്നാട് പറഞ്ഞാൽ നമുക്കറിയാം വലിയൊരു സംസ്ഥാനമാണ്. അപ്പൊ പല സ്ഥലത്തുള്ള ആളുകളെയും ഏകോപിപ്പിക്കുന്ന രീതിയിലാണ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാം. At least one arts college and an engineering college in every district are being opened. ഒരു ജില്ലയിൽ ഒരു ആർട്സ് കോളേജും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എങ്കിലും ഉണ്ടാക്കാം. ഫ്രീ എഡ്യൂക്കേഷൻ ഈസ് പ്രൊവൈഡഡ്. ടെക്സ്റ്റ് ബുക്സ് ആർ സപ്ലൈഡ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്സ് അല്ലെ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വില കുറച്ച് നൽകുക, സബ്സിഡി കൊടുക്കുക. റിമൂവിംഗ് ദി ഇക്കണോമിക് ബാരിയേഴ്സ്, അതുപോലെ തന്നെ ആ ഒരു ക്ലാസ് ബാരിയർ ഇല്ലാതെയാക്കുക. എഡ്യൂക്കേഷൻ ഈസ് ഫ്രീ ഫോർ ഓൾ അപ് ടു ദ ക്ലാസ് 12. 12 വരെ, ഹയർ സെക്കൻഡറി വരെ എഡ്യൂക്കേഷൻ ഫ്രീ ആവാം. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ആർ ഓൾസോ മെയിൻറ്റെയിൻഡ്, അതായത് ബോയ്സിനും ഗേൾസിനും. ഫ്രീ ബസ് പാസസ് ആർ പ്രൊവൈഡ്. നമ്മളവിടെ CT എന്നുള്ള ഒരു സംഭവം ഉണ്ട് തമിഴ്നാട്ടില്. എന്താണ്? സ്റ്റുഡന്റ് ടിക്കറ്റ് ആണ്, അത് ഫ്രീ ആണ്. അപ്പൊ അവർക്ക് ചില ബസ്സിലേ കയറാൻ പറ്റും, പക്ഷെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. ഫ്രീ സൈക്കിൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. പൊസിഷൻ ഓഫ് ഈക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. എങ്ങനെയൊക്കെയാണ് തമിഴ്നാട് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നോക്കാം. എൻകറേജ്മെന്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കാരണം കുട്ടികളെ എഡ്യൂക്കേഷനിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. എസ്റ്റാബ്ലിഷ് സെപ്പറേറ്റ് ഹൈസ്കൂൾസ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾസ് ആൻഡ് ആർട്സ് കോളേജസ് ഫോർ ഗേൾസ് അല്ലെ. ഗേൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബോയ്സ് ഉള്ള സ്കൂളിൽ വിടില്ലായിരിക്കാം പാരന്റ്സ്, അപ്പം ഗേൾസിന് മാത്രമായിട്ടുള്ള ആർട്സ് കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഉണ്ടാക്കാം. 30% ഓഫ് സീറ്റ്സ് ആർ റിസർവ്. പിന്നെ എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 30% ഗേൾസ് ആയിരിക്കണം, അങ്ങനെ ഒരു നിബന്ധന വെക്കാം. വിമൻ നമ്മളെ കേരളത്തിൽ തിരിച്ചാണ്, ഇവിടെ ഗേൾസ് ആണ് കൂടുതലായിട്ടുള്ളത്. വിമൻ ആർ മോസ്റ്റ്ലി അപ്പോയിന്റഡ് ആസ് ടീച്ചേഴ്സ്. അപ്പൊ പുരുഷന്മാർ പഠിപ്പിച്ച പ്രോബ്ലം ഉണ്ടാവും ഉള്ള പ്രോബ്ലം കൊണ്ട് ടീച്ചേഴ്സിനെയാണ് കൂടുതലായിട്ട്, മീൻസ് ലേഡി ടീച്ചേഴ്സ് ആണ് ഉണ്ടാവുക. A gift of ₹25,000 and for the poor girls who have passed a degree or diploma, a gift of ₹50,000 is given for their marriage. അല്ലെ, ഹയർ സെക്കൻഡറി വരെയൊക്കെ പഠിച്ച് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഒക്കെ കിട്ടിക്കഴിഞ്ഞാല് 25,000 കൊടുക്കും കുട്ടികൾക്ക്. പിന്നെ അവരുടെ കല്യാണം, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പെൺകുട്ടിയുടെ കല്യാണത്തിന് 50,000 ഗവൺമെന്റ് കൊടുക്കും ആസ് എ റിവാർഡ്. റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഫോർ സോഷ്യലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇനി പറഞ്ഞ പോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേറെ റിസർവേഷൻ ഉണ്ട്. അപ്പൊ ഗേൾ എഡ്യൂക്കേഷന്റെ കാര്യം നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത്. എക്സ്പാൻഡിങ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി ഹാൻഡിക്യാപ്ഡ്. അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഇതുപോലത്തെ കുറെ റിസർവേഷൻസ്, ഗ്രാൻഡ്സ്, സ്കോളർഷിപ്സ് അല്ലെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്ലൈ ഓഫ് ഫ്രീ ടെക്സ്റ്റ് ബുക്സ്, എല്ലാ കുട്ടികൾക്കും ഫ്രീ ടെക്സ്റ്റ് ബുക്കാണ് വിതരണം ചെയ്യുന്നത്. ഇനീക്വാലിറ്റി ആൻഡ് കോസസ് ഫോർ ഇറ്റ്. എന്തുകൊണ്ടാണ് ഈ ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്? നേച്ചുറൽ ഇനീക്വാലിറ്റി ഉണ്ട്. എന്തൊക്കെ ഈ നേച്ചുറൽ ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ, all humans are neither equal in respect of their physical features nor in respect of their mental abilities. എല്ലാ ആളുകളും അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും ഒക്കെ ഒരുപോലെയാണോ? അതുപോലെ തന്നെ മെന്റൽ കേപ്പബിലിറ്റി അല്ലെ. ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ പോലെ മെന്റൽ എബിലിറ്റി ഡിഫറെന്റ് ആണ്. സം ആർ സ്ട്രോങ്ങർ ആൻഡ് സം ആർ വീക്കർ. സം ആർ മോർ ഇന്റലിജന്റ് അല്ലെ, സം ആർ ലെസ് ഇന്റലിജന്റ്. മാൻ മെയ്ഡ് ഇനീക്വാളിറ്റീസ് ഉണ്ട്, ഇതൊക്കെ നാച്ചുറൽ ഇനീക്വാളിറ്റിയാണ്. പിന്നെ മനുഷ്യൻ ഉണ്ടാക്കുന്ന കുറെ ഇനീക്വാളിറ്റി ഉണ്ട്. എന്തൊക്കെയാണ്? ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, ക്രീഡ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, സോഷ്യോ ഇക്കണോമിക് കണ്ടീഷൻസ്. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്ന ഇനീക്വാളിറ്റിയാണ്. ദെൻ സോഷ്യൽ ഇനീക്വാളിറ്റി. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി. എന്താണ് ഈ സോഷ്യൽ ഇനീക്വാളിറ്റി?
Disparities found among the people on the basis of caste and religion, language, race, gender, political power or economical level. ഈ രീതിയിലൊക്കെയുള്ള ഒരു ഡിസ്പാരിറ്റി, വേർതിരിവ് മനുഷ്യർക്കിടയിൽ, അല്ലെ, അതിനെയാണ് നമ്മൾ സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റിയിൽ ഈ തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഒരു വേർതിരിവ്, സെപ്പറേഷൻ ഈസ് ദയർ, ദാറ്റ് ഈസ് സോഷ്യൽ ഇനീക്വാളിറ്റി. കോസസ് ഫോർ സോഷ്യൽ ഇനീക്വാളിറ്റി. എന്തുകൊണ്ടാണ് സോഷ്യൽ ഇനീക്വാളിറ്റി ഉണ്ടാവുന്നത്? Ascribed social status assigned by others at birth. By birth ആണ്. കുറെ നമ്മൾ പറഞ്ഞില്ലേ, മാൻമെയ്ഡ് സോഷ്യൽ ഇനീക്വാളിറ്റി ബൈ ബർത്ത് ആണ്. ആ കുട്ടി വിചാരിക്കുന്നതല്ല, ജനിക്കുമ്പോ തന്നെ അത് അങ്ങനെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ പെടുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ചൈൽഡ്, ഇറ്റ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദ സൊസൈറ്റി, അല്ലെ? പിന്നെ അതുപോലെ അച്ചീവ്ഡ് സ്റ്റേറ്റസ്, അച്ചീവ്ഡ് ത്രൂ വൺസ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്, ഹാർഡ് വർക്ക് ആൻഡ് സെൽഫ് എഫേർട്സ്. പിന്നെ ചില ആളുകള് കാസ്റ്റും എല്ലാം ഇങ്ങനെയാണെങ്കിലും അവരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് അവരുടെ പാരന്റ്സ് ഒക്കെ നല്ല രീതിയിലായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ആ കുട്ടികൾക്ക് കിട്ടിയിരിക്കും. ദെൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു നമ്മൾ പറഞ്ഞില്ലേ റീജിയണൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ബേസിലുള്ള ഡിസ്ക്രിമിനേഷൻ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അതർ ഫാക്ടേഴ്സ് ലൈക്ക് സോഷ്യൽ ഇനീക്വാളിറ്റി ഏതൊക്കെയാണത്? റിലിജിയൻ, ജെൻഡർ ഡിഫറൻസ്, ഇക്കണോമിക് സ്റ്റേറ്റസ്, occupations of the parents, urban-rural divide, urban-rural difference. Then people's attitude. ചില ആളുകളോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് ഈ ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യില്ല, അല്ലെ? അങ്ങനെയൊക്കെ ആവട്ടെ, ഇങ്ങനത്തെ കുട്ടികൾ പഠിച്ചോട്ടെ, അങ്ങനെ ആയിരിക്കും ചില ആളുകൾ ചെയ്യുന്നത്. പക്ഷെ ചില ആളുകൾ their attitude will be different, quite different, and they are supporting the discrimination. അപ്പൊ ആ people's attitude should be changed. Manual labor and white collar jobs. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് വൈറ്റ് കോളർ ജോബാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് ഗവൺമെന്റ് ജോലി, അല്ലെ, അതുകൊണ്ട് തന്നെ കൃഷിപ്പണി അങ്ങനെയുള്ള മാനുവൽ ലേബർ എടുക്കുന്ന ആളുകളുടെ മക്കൾക്ക് ലെസ് സ്റ്റാറ്റസ് ആണ് നമ്മൾ കൊടുക്കുന്നത് സമൂഹത്തിൽ, നമ്മൾ ഇൻ ദ സെൻസ് ദ സൊസൈറ്റി. ഓക്കെ, ദെൻ dwelling, the place in which a person is living is also important, അല്ലെ? ആ എന്താ പറയാ, ആ കാട്ടുമുക്കുന്ന് വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ കളിയാക്കാറുണ്ട്. Other factors perpetuating social inequality, racial discrimination. Anthropologists have classified human beings into 5 major groups. ഏതൊക്കെയാണ്? ആന്ത്രപ്പോളജിസ്റ്റ് പറഞ്ഞാൽ ആരാണ്? നരവംശ ശാസ്ത്രജ്ഞ, അല്ലെ? മനുഷ്യന്റെ ആ ഒരു ഇവല്യൂഷനൊക്കെ പറ്റി പഠിക്കുന്ന, അതിനെ പറ്റിയിട്ടൊക്കെ ആധികാരികമായി പറയുന്ന ആളുകളാണ് ആന്ത്രപ്പോളജിസ്റ്റ്. അവർ മനുഷ്യനെ 5 മേജർ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൊക്കേഷ്യൻ, അതായത് ആളുകളുടെ ഒരു പറഞ്ഞ രൂപവും ഭാവവും അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ വെച്ചിട്ടാണത്. വൈറ്റ് സ്കിൻഡ് യൂറോപ്യൻസ്, വെസ്റ്റ് ഏഷ്യൻസ്, ഓസ്ട്രേലിയൻസ്, അവരാണ് കൊക്കേഷ്യൻ പീപ്പിൾ. മംഗോളിയൻസ്, ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? യെല്ലോ സ്കിൻഡ് ഏഷ്യൻസ് വിത്ത് നാരോ ഐസ് ആൻഡ് ഷോർട്ട് നോസസ്, ചൈനക്കാര് പോലെയുള്ള, ചൈന കൊറിയ ഭാഗത്തൊക്കെ, അല്ലെ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഒക്കെ ആ ഭാഗത്ത് വിടും. ദെൻ നീഗ്രോ, that is black Africans. Red Indians, that is the aboriginals or natives of the North and South America. Then Eskimos, natives of the Arctic regions. ഇത്രയും തരത്തിലുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. ഇങ്ങനെയാണ് ആന്ത്രപ്പോളജിസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയുടെ കേസിൽ മാത്രം കുറച്ചുകൂടെ അധികം ഡിഫറൻസസ് ഉണ്ട്. കാസ്റ്റ്, ഇൻ ഇന്ത്യ ദ കാസ്റ്റ് സിസ്റ്റം വാസ് ഇൻ വാർ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ കാസ്റ്റ്. ബേസ്ഡ് ഓൺ വൺസ് ഒക്കുപേഷൻസ്. ഈ കാസ്റ്റ് ആദ്യം ഉണ്ടായത് ഒക്കുപേഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിലും എല്ലാ ഒക്കുപേഷനും സമൂഹത്തിൽ വേണ്ടതാണെന്നുണ്ടെങ്കിലും ഒക്കുപേഷന്റെ മഹാത്മ്യം അനുസരിച്ച് കാസ്റ്റിന് ഡിഫറൻസ് ഉണ്ട്. ദെൻ റിലിജിയൻ. വിത്തിൻ എ റിലിജിയൻ one among the subgroups may dominate over the others, അല്ലെ? അതുപോലെ തന്നെ റിലിജിയന്റെ കാര്യത്തിലായാലും ചില ആളുകൾ എല്ലാ റിലിജിയനിലും ജാതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും in some way or the other way caste system is there in almost all religions, especially in India. ഇന്ത്യക്ക് പുറത്തുണ്ടാവില്ല, പക്ഷെ ഇന്ത്യയിലെ കഥ ഡിഫറെന്റ് ആണ്. പിന്നെ such religions minority groups may not get equal rights and opportunity. അപ്പൊ വേറെ റിലിജിയൻ, ഇപ്പൊ ഹിന്ദുയിസം മാത്രമല്ല മറ്റ് റിലിജിയനിലുള്ള ആളുകളാണെങ്കിൽ പോലും ഇതുപോലെ മൈനോറിറ്റീസ് ഉണ്ട്, അതായത് കാസ്റ്റില് താഴേക്കിടയിലുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടത്ര റിപ്രസെന്റേഷൻ ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അപ്പൊ അവർക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം. ദെൻ ജെൻഡർ ഡിഫറൻസ്. വിമൻ ഡിനൈഡ് ഫ്രം ഓപ്പർച്യൂണിറ്റീസ്. കുറച്ചു കാലം വരെ മുമ്പ് വരെ, ഇപ്പൊ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. And they are striving and they are getting equal opportunity as men now. അത് കുറെ കാലം നമ്മൾ സ്ട്രൈവ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താണ്.
Other factors perpetuating social inequality. എന്തൊക്കെയാണ് വേറെ കുറെ കാര്യങ്ങള്? Economic status. People are classified into many categories. High income, middle income, low income groups. Like high class, middle class, lower class. പിന്നെ അതുപോലെ BPL ഉണ്ട്. Like below poverty line, 20% of the Indian population. Like BPL ആണ്. Occupation കേസിലും പല രീതിയിലുള്ള ആളുകളുണ്ട്. Some people who are doing dirty jobs like scavenging, butchering, disposing of the dead, etc. are permanently kept at the lowest level of the social rank and treated as outcasts. ഇപ്പൊ നമ്മളുടെ ഇവിടെ അങ്ങനത്തെ ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യയുടെ പല സ്ഥലത്തും അങ്ങനെ സ്കാവെഞ്ചിങ്, ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. ക്ലീനിങ് മാത്രമല്ല, തോട്ടി എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട്. നമ്മുടെ അവിടെ ഒന്നുമില്ല. നോർത്ത് ഇന്ത്യയുടെ സ്റ്റിൽ ദേ ആർ എക്സിസ്റ്റിംഗ്. പിന്നെ ബുച്ചേഴ്സ്, അതുപോലെ അറവുകാര്, അതുപോലെ മറവ് ചെയ്യുന്ന ആളുകള്, ശവശരീരം മറവ്, അതിനൊക്കെ പ്രത്യേക കാറ്റഗറി കാസ്റ്റ് ആയിട്ടാണ് ആളുകളെ തിരിക്കുന്നത്. അവര് ലോവസ്റ്റ് ആയിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. Urban rural divide, അല്ലെ? അതായത് the urban people have more opportunities to evolve. അതുകൊണ്ടാണ് ആളുകൾ മിക്കവാറും സിറ്റിയിലേക്ക് താമസം മാറുന്നത്. റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആർ ബീയിങ് ഇംപ്ലിമെന്റഡ്. അപ്പൊ അതിന് നമ്മളൊരു റെമഡി എങ്ങനെ കാണുക? റൂറൽ ഡെവലപ്മെന്റ്, അല്ലെ? ഗ്രാമങ്ങളെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുക. പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്. Those who are well versed in English, who are in government service and who are employed abroad are more respected. അല്ലെ? ഇംഗ്ലീഷ് ഇപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളുകൾ, ഓക്കെ, അത് നമ്മൾ എത്ര 10 വയസ്സിലെ വിവരമില്ലാത്ത ആളുകളും നന്നായി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ we feel that he or she is very educated. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പുറത്ത് ജോലി, ഇവൻ US-ലാണ്, അല്ലെ, UK-ലാണ്, ഗൾഫാണ്. ഓക്കെ, ഗൾഫിന് കുറച്ച് മാർക്കറ്റ് കുറച്ചു കാലമായിട്ട് ഇടിഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. Then manual labor and white collar jobs, അല്ലെ? കൃഷിപ്പണി. അപ്പൊ കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെയാണ്, അല്ലെ? കൃഷി, അവരവരുടെ എന്താ പണി, അവനെന്താ, ചെക്കൻ എന്താ ജോലി, കൃഷിപ്പണിയാണ് അല്ലെങ്കിൽ കൂലിപ്പണിയാണ്. അതൊന്നും നമുക്ക് പറ്റില്ല. വൈറ്റ് കോളർ ജോബ്സ്, വി ആർ റണ്ണിങ് ഫോർ വൈറ്റ് കോളർ ജോബ്സ്. അപ്പൊ ഇതിന്റെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഉണ്ട് ആളുകൾ തമ്മിൽ. ദെൻ ഡ്വെല്ലിംഗ്, അത് റെമ്യൂണറേഷന്റെ ബേസിലാ അല്ലെങ്കിൽ കമാൻഡ് ആൻഡ് ലോ റെസ്പെക്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ സാധാരണ ഒരു ഗവൺമെന്റ് ജോലി, ദാറ്റ് ഇസ് ലൈക്ക് ടീച്ചേഴ്സ് ആൻഡ് ക്ലാർക്സ്, അവരെക്കാളും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആളുകളാണ് സ്കിൽഡ് ജോബ് ചെയ്യുന്ന ആളുകൾ, ലൈക്ക് കാർപ്പൻറ്റേഴ്സ്, മേസൺസ്, അല്ലെ? അങ്ങനത്തെ ആളുകൾ. പക്ഷെ അവർക്കൊക്കെ ലോ സ്റ്റാറ്റസ് ആണ് സൊസൈറ്റി കൊടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെ? അപ്പൊ ഈ രീതിയിലുള്ളൊരു അവര് ദേ ആർ നോട്ട് ഡൂയിങ് ദ വൈറ്റ് കോളർ ജോബ്. Then dwelling, എവിടെ ജീവിക്കുന്നു? People living in slums, those living in huts, single room thatched sheds or in rented houses are socially less respected. ആളുകളുടെ വീടിനനുസരിച്ചിട്ട് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും മാറുന്നു. Meaning of inequality in education. All children in society do not get the same educational opportunity. നമുക്കറിയാം, അതൊരു നോൺ ഫാക്ട് ആണ്. എല്ലാവർക്കും എഡ്യൂക്കേഷനിൽ തുല്യ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. Those belong to lower social strata should get more opportunity. അല്ലെ? അതുപോലെ തന്നെ താഴെക്കിടയിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണം, അല്ലെ? പീപ്പിൾ അറ്റ് ലോവർ സ്ട്രാറ്റ, അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ലോവർ കാസ്റ്റ്, ലോ ഇൻകം ഗ്രൂപ്പ്സ്, പാർട്ടിക്കുലർ റിലീജിയൻസ്, റിലീജിയസ് സെക്സ്, ബാക്ക്വേർഡ് റീജിയൻസ്, ഇത്രയും ആളുകളാണ് ലോവർ സ്ട്രാറ്റ എന്നുള്ളതോട് നമ്മൾ മീൻ ചെയ്യുന്നത്. അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവർക്ക് സംവരണം കൊടുക്കേണ്ടി വരും, അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടി വരും. ഈ രീതിയിലൊക്കെ ഗവൺമെന്റ് വളരെയധികം ശ്രദ്ധിക്കണം. കോസസ് ഫോർ ഇനീക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ. എന്താണ് ഈ ഇനീക്വാളിറ്റി ഉണ്ടാകാൻ കാരണം? 2 ബേസിക് ഫാക്ടേഴ്സ്. എന്തൊക്കെയാണത്? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെയുള്ള സൊസൈറ്റി തന്നെ ആളുകളെ പല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. മാർജിനലൈസേഷൻ ഓഫ് സം സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ചില ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ പാർശ്വവൽക്കരിക്കുന്നു, അല്ലെ? നിങ്ങൾ അങ്ങനെ മുഖ്യധാരയിലേക്കൊന്നും വരണ്ട, നിങ്ങൾ അവിടെ നിന്നാൽ മതി, അത്ര എഡ്യൂക്കേഷൻ മതി. ഇങ്ങനെ ഒരു മുൻധാരണ ആണെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു. ഡിസ്ക്രിമിനേറ്റിംഗ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അല്ലെ? എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്? പീപ്പിൾ ഇൻ ദ സൊസൈറ്റി ആർ ഡിഫറൻഷിയേറ്റഡ് ബേസ്ഡ് ഓൺ റിലിജിയൻ, കാസ്റ്റ്. നമുക്ക് ആർക്കെങ്കിലും വായിച്ചാലോ അത് നന്നാവാന്ന് തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറെ വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഷെറിൻ ഉണ്ടോ? ഷെറിൻ ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കൂ. Okay. Discriminating social groups.
People in the society are differentiated based on religion, caste, class, races, etc. അത് They function. മനസ്സിലായില്ലേ? അതായത് റിലിജിയൻ, കാസ്റ്റ്, ക്ലാസ്, റേസ് അതിന്റെ ബേസിലൊക്കെയാണ് നമ്മുടെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉള്ളത്. They function as different social groups. ആ ഓരോ റിലിജിയനിലുള്ള ആൾക്കാർ ഓരോ സോഷ്യൽ ഗ്രൂപ്പാണ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഫീൽ ചെയ്യുന്നതാണ് സൊസൈറ്റിയിൽ. Same, ma'am. They function as Okay. different social. Some sections. Some sections in the society enjoying more preference and importance. ആ അതായത് ഇതില് ഹൈ കാസ്റ്റ് ആയി ചില റിലിജിയനിലുള്ള ആളുകൾക്ക് ഭയങ്കര ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ലേ അത്, അല്ലെ? നിങ്ങൾ പേഴ്സണലി നോക്കി അറിയാം. നാല് പുറം നോക്കിക്കഴിഞ്ഞാൽ ചില ആളുകൾ ഭയങ്കര വലിയ ആളുകളാണ് സൊസൈറ്റിയിൽ. Some sections, a few sections are socially neglected and marginalized. ഓക്കെ, അതേസമയം ചില ആളുകൾ, ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എങ്ങനെയാണ്? ദേ ആർ മാർജിനലൈസ്ഡ്, അല്ലെ? നെഗ്ലക്റ്റഡ്, അവഗണിക്കപ്പെടുന്ന ആളുകളുണ്ട്. ഇൻ ഇന്ത്യ, In India, social discrimination is very high. ഓക്കെ, ഇന്ത്യയിലാണ് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഏറ്റവും കൂടുതലുള്ളത്. To remove this state, as the Indian Constitution emphasizes, one's social status is to be acquired as a result of his or her performance, efficiency, motivation, and achievement. ഓക്കെ, അപ്പൊ നമ്മള് ഒരു എഡ്യൂക്കേറ്റഡ് മോഡേൺ സൊസൈറ്റി ആവുമ്പോൾ വി ഷുഡ് ഹാവ് ടു അബോളിഷ് ഓൾ ദീസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, അല്ലെ? ഒരാളുടെ സ്റ്റാറ്റസ് നമ്മൾ കണക്കാക്കേണ്ടത് അയാളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ്, അയാളുടെ എഫിഷ്യൻസി, കഴിവ് അനുസരിച്ചിട്ടാണ്, അയാളുടെ അച്ചീവ്മെന്റ് അനുസരിച്ചിട്ടാണ്. അല്ലാതെ അയാൾ ഏത് കാസ്റ്റിൽ ജനിച്ചു, റിലിജിയനിൽ ജനിച്ചു എന്നുള്ളതല്ല അതിന്റെയൊക്കെ ക്രൈറ്റീരിയ. ഓക്കെ, The common people shall be educated. സാധാരണക്കാർക്കും വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യണം. Discrimination, harassment, etc. shall be eradicated. എല്ലാ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഹരാസ്മെന്റ് അറിയാലോ, പീഡനങ്ങള്, അല്ലെ? ഈ ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള ഗ്രൂപ്പിന്റെ കേസ് ഡിസ്ക്രിമിനേഷൻ, ജാതി, മതം, അതൊക്കെ നമ്മൾ നിർത്തലാക്കണം. Then girls education. Girls' education is important. ഓക്കെ, താങ്ക് യു ഡിയർ. ഇനി അടുത്ത സ്ലൈഡ് ആരാ വായിക്കാം? ഞാൻ വായിക്കാന്ന് പറഞ്ഞ ഒരാൾ വന്നേ. ആരല്ലേ? കാർത്തിക, ആരാണത്? ഓക്കെ, ഷൈബ. ഓക്കെ, പ്ലീസ്. Marginalization of social groups. Okay. Concept of marginalization. Okay, what is meant by marginalization? Certain groups are excluded, disadvantaged, or pushed out to the outskirts of society. ഓക്കെ, അപ്പൊ അതായത് ചില ആളുകളെ പാർശ്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ അതിരുകളിലേക്ക്, പാർശ്വങ്ങളിലേക്ക് നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ചില ആളുകളെ. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ നമ്മൾ സെന്ററിലേക്ക് കൊണ്ടുവരുന്നില്ല. അതായത് ലേഡീസ്, ഓക്കെ, നിങ്ങൾ ഇങ്ങനെ മുഖ്യധാരയിൽ വരേണ്ട ആളുകളല്ല, ഓക്കെ, സോ മൂവ് അസൈഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. Isolated from the social mainstream. ഓക്കെ, അപ്പൊ ഈ ആളുകൾ എപ്പോഴും മെയിൻ സ്ട്രീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ്. Neither able to participate in the social life nor enjoy any representation in the political power. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പൊ സ്ത്രീകൾ ഏകദേശം ഈ ഒരു ഇക്വാലിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ദി അതർ തിങ്, LGBTQ+, ഓക്കെ, ഓർ ദി ട്രാൻസ്ജെൻഡേഴ്സ് as we are usually called them, അവരിപ്പോഴും ഇതുപോലെ തന്നെയാണ്, മാർജിനലൈസ്ഡ് ആണ്. സൊസൈറ്റി അവരെപ്പോഴും അംഗീകരിക്കുന്നില്ല. അവരിപ്പോഴും എന്താണ്, they are living in the outskirts of the society actually. ഓക്കെ, അപ്പൊ അവര് ഒരു പൊളിറ്റിക്കൽ പവർ എൻജോയ് ചെയ്യും. ഇപ്പൊ സംവരണമൊക്കെ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് വരുന്നുണ്ട് ആളുകൾ. ഓക്കെ, ഇക്കണോമിക്കലി backward, socially disrespected. ഓക്കെ, ചില പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രം മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. അവരെ സോഷ്യലി സൊസൈറ്റി ഇവരെന്താ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അവർക്ക് പൈസ ഇല്ലല്ലോ, ഓർ ദേ ആർ എക്കണോമിക്കലി വീക്ക് എന്ന രീതിയിലും ആളുകൾ മാർജിനലൈസ്ഡ് ആവുന്നുണ്ട്. Denied rights and privileges.
അപ്പൊ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്, നമുക്ക് സാധാരണ ആളുകൾക്ക് കിട്ടുന്ന റൈറ്റ്സും പ്രിവിലേജസും അല്ലെ, അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് തന്നെ പലപ്പോഴും അല്ലെ, ആസ് ലേഡീസ് നമുക്ക് ഫ്രീ ജെൻസ് ഉണ്ടെങ്കിൽ അവർക്കും തോന്നും, അതായത് നമ്മൾക്ക് നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്, വി ദ മെൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടല്ല. എല്ലാ കാര്യങ്ങളും ഈക്വൽ ആണ്. പക്ഷെ ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് പുരുഷന്മാരോട് അനുവാദം ചോദിക്കണം അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടേ ഇല്ല. അതായത് എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന എല്ലാ റൈറ്റും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ദെൻ മാർജിനലൈസ്ഡ് ചിൽഡ്രൻ ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ആരാ വായിക്കാം? ഇവിടെ മുകളിൽ കാണുന്ന ആള് കാർത്തികയാണ്. കാർത്തിക ഉണ്ടോ അവിടെ? ഉണ്ട് മാം. ഓക്കെ, വായിച്ചോളൂ. Marginalized children and their characteristics. അപ്പൊ ഇങ്ങനെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവും. ഓക്കെ, എന്തൊക്കെയാണ്? They lack the facilities and opportunities for learning. ഓക്കെ, മറ്റുള്ളവരുടെ പോലെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഫെസിലിറ്റികൾ കിട്ടില്ല അല്ലെ, അതുപോലെയുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. Due to malnutrition, they often become sick. ഓക്കെ, സിക്ക് ആവും. അതായത് നമുക്ക് കുറച്ച് കാലം മുമ്പ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ അവസ്ഥ. അതായത് ഈ എക്കണോമിക്കലി പുവർ ആയിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്ക് ഇതുപോലെ മാൽ ന്യൂട്രീഷൻ ഉണ്ടാവും. അവർക്ക് വേണ്ടത്ര ഭക്ഷണം ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പോഷകാഹാരം കിട്ടാത്തത് കൊണ്ട് തന്നെ അവര് രോഗികളായി മാറും. ഓക്കെ, നിങ്ങൾ പണ്ടത്തെ സ്റ്റോറീസ് ഒക്കെ വായിച്ചാൽ അറിയാം, TB ഉണ്ടാവും ആളുകൾക്ക്. ഇങ്ങനെ ഈ താഴ്ന്ന മീൻസ് എക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള സെക്ടറിലുള്ള ആളുകൾക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ TB പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. കാരണം മാൽ ന്യൂട്രീഷൻ കൊണ്ടാണ്, ഒരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിര എന്ന് പറയുന്ന വലിയ ഒരു സൂക്കടായിരുന്നു പണ്ടുണ്ടായിരുന്നത്, വേണ്ടത്ര ഫുഡ് കിട്ടാത്തതുകൊണ്ട്. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ These children do not get adequate medical facilities. ഓക്കെ, നീ അവർക്ക് വല്ല സൂക്കടും വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല എന്താ പറയാ ചികിത്സ ലഭിക്കുന്നില്ല. Due to poverty, they live at remote places, mostly on the outskirts of urban areas, villages. ഓക്കെ, ഇപ്പോ അർബൻ ഏരിയയിലാണ് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ പൈസക്ക് വേണ്ടിയിട്ട് ആ സ്ഥലമൊക്കെ വിറ്റിട്ട് റൂറൽ ഏരിയ, കാരണം അർബൻ ഏരിയയിൽ ജീവിക്കാൻ കൂടുതൽ പൈസ വേണ്ടി വരും. പിന്നെ അവർ വിചാരിക്കും എന്താണ്, ഇത് വിറ്റ സ്ഥലത്തിനൊക്കെ പൈസ കിട്ടുമല്ലോ. പക്ഷെ ആ സ്ഥലത്ത് അവർക്ക് മീൻസ് ആ പൈസക്ക് അവർക്ക് വില്ലേജിൽ പോയിട്ട് അവിടെ സ്ഥലം വാങ്ങി വീട് വെക്കുമ്പോഴൊക്കെ നഷ്ടമാവുണ്ടാവും. ഈക്വലി ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ എന്താണ്, ഇവരിങ്ങനെ എപ്പോഴും റൂറൽ ഏരിയയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫിനാൻഷ്യലി വീക്കർ സെക്ഷൻസ്. ഇത് നമ്മൾ കേരളത്തിന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് നിങ്ങൾ വാല്യൂ ചെയ്യരുത് കേട്ടോ, ഇന്ത്യയുടെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, Their dwellings lack basic amenities and are highly hygienic. അവരുടെ ആ ഒരു ഡ്വെല്ലിംഗ് പ്ലേസ് ഒക്കെ അൺഹൈജീനിക് ആയിരിക്കും. കാരണം അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വൃത്തിയൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അൺഹൈജീനിക് സിറ്റുവേഷൻസിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസസ് ഉണ്ട്. They are forced to take some odd jobs at an early age to earn and augment their family income. ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടികൾ എഡ്യൂക്കേഷൻ ഒന്നും, പണ്ടത്തെ ഒരു കേരളം എടുത്തു നോക്കിയാൽ മതി. ഇപ്പോ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതേപോലെ തന്നെയാണ്, മാറ്റൊന്നും വന്നിട്ടില്ല. അതായത് പണ്ടൊക്കെ നിങ്ങളുടെ അച്ഛന്മാരും ഒക്കെ പറയുന്നുണ്ടാവും, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പണിക്ക് പോകാൻ തുടങ്ങിയെന്നൊക്കെ. ആ ഒരു സിസ്റ്റം ചെറുപ്പത്തിലെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ബോഡി ചിലപ്പോൾ വീക്ക് ആവും. അങ്ങനെ കുറെ ഇഷ്യൂസ് അല്ലെ ഇവരുടെ ഈ രീതിയിലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. None of their peers in their neighborhood show any interest to go to school. Okay. പിന്നെ
കേരള അല്ല കേട്ടോ, നമ്മളവിടെ ഇപ്പൊ എവിടെയാണെങ്കിലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യ ഒക്കെ ആണെങ്കിൽ ആ ഭാഗത്തുള്ള റൂറൽ ഏരിയയിലുള്ള ആളുകളൊന്നും ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ എഡ്യൂക്കേഷൻ. അപ്പൊ ആരും സ്കൂളിൽ പോണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലീറ്റ് ഏരിയ ഇല്ലിറ്ററേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. The parents of such children are illiterates, not having any awareness about the importance of education and suffer from poverty without having any permanent job. പാരന്റ്സ് എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ദേ ഡു നോട്ട് നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് അവർ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വീണ്ടും അവരുടെ തലമുറ ഇങ്ങനെ പോവർട്ടിയിൽ തന്നെ അല്ലെ, പെർമനന്റ് ജോബോ ഒന്നും ഇല്ലാതെ ആ ഒരു സിറ്റുവേഷനിൽ തുടരും. Marginalized children not only lack education, they also do not have any vocational skills. They also lack interest to acquiring vocational skills. അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ വൊക്കേഷണൽ പല സ്കിൽഡ് ലേബർ നമ്മൾ പറഞ്ഞു, അത് സാധാരണ ഗവൺമെന്റ് ജോലിയിലേക്കാളും പെയ്ഡ് ജോബാണെന്ന്. പക്ഷെ അവർ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. അവരെന്തെങ്കിലും എപ്പോഴും താഴ്ന്ന രീതിയിലുള്ള വല്ല കൂലി മീൻസ് അങ്ങനത്തെ രീതിയിലുള്ള അൺസ്കിൽഡ് ലേബറിലാണ് അവർ ഏർപ്പെടുന്നത്. കാരണം സ്കിൽഡ് ലേബർ ആകുമ്പോൾ അത് പഠിക്കാനും കുറച്ച് പൈസയും സമയവും വേണം. ആൻഡ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് കേസസ്. അങ്ങനെ അവർ ഇങ്ങനെ എപ്പോഴും പാവങ്ങളായിട്ട് ആ ഒരു ഇക്കണോമിക് സെക്ടറിൽ തന്നെ അവർ തുടർന്നുകൊണ്ടിരിക്കും. Marginalized children do not have role models in their communities for development. എല്ലാവരും ആ സൊസൈറ്റിയിലുള്ള എല്ലാവരും ഒരുപോലെ ആവുമ്പോൾ കുട്ടികൾക്കും ഒരു റോൾ മോഡൽ ഒന്നും ഉണ്ടാവില്ല. അവരും അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഡിയർ. ദെൻ ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റീസ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ സോ ഫാർ. ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലേ ഡിയേഴ്സ്? എനിക്ക് കാണുന്നില്ല. Okay, thank you. Then types of social inequality. എന്തൊക്കെ തരത്തിലുള്ള social inequality ഉണ്ട്? Not all Indians have learned to participate in democracy in an intelligent, equal and efficient manner. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇനീക്വാളിറ്റി കാരണം എല്ലാവരും തുല്യരാണ്. എല്ലാ രീതിയിലുമുള്ള പാർട്ടിസിപ്പേഷൻ ഈ വീക്കർ സെക്ടറിൽ നിന്ന് വരുന്നില്ല. Okay, India's economic policy is said to be pro-rich and to generate new rich people. The taxation policy is not helping to reduce the gap between the rich and the poor. അപ്പോ നമുക്കറിയാം എന്താണ് pro-rich and to generate new rich people. നമുക്ക് പുതിയതായിട്ട് പണക്കാരെ ഉണ്ടാക്കണം, എന്നാലാണ് പാവപ്പെട്ടവരും പണക്കാരായിട്ട് മാറുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യം ചില ആളുകളുടെ കേസിൽ ഉണ്ടാവുന്നില്ല. അവരെപ്പോഴും ഇങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ട്, അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്, എപ്പോഴും അങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ടാക്സ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ കൂടുതൽ സാലറി വാങ്ങുന്ന ആളുകൾ ഇൻകം ടാക്സ് അടയ്ക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് നടക്കുന്നുണ്ടായിരിക്കും. അതിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ വലിയ വീടുള്ള ആളുകൾക്ക് കൂടുതൽ ടാക്സ് കൊടുക്കണം. കാരണം എന്താണ്? ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതെയാക്കാം അല്ലെ, പുവർ ആൻഡ് റിച്ച് എന്നുള്ള ഗ്യാപ്പ് ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ആളുകളുടെ പൈസ ഗവൺമെന്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ഇക്കണോമിക് ലെവൽ അവരുടെ കുറയാൻ വേണ്ടിയിട്ട്. Equality in opportunities has not reached the weaker sections of society to a greater extent than expected. പക്ഷെ എന്നിട്ടും ഈ വീക്കർ സെക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു സ്റ്റാൻഡേർഡിലേക്ക് വരുന്നില്ല. The practice of sharing the power right from the family level to that of religion and nation has not yet strengthened. അപ്പോ ഇപ്പോഴും എന്താണ് ഈ ഒരു ബാക്ക്വേർഡ്നെസ്, മാർജിനലൈസേഷൻ ഇറൈസ് ചെയ്യാനായിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറ്റുന്നില്ല. അതായത് പവർ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്, ആ റൈറ്റ് ഷെയർ ചെയ്യാൻ പോലും ആളുകൾക്ക് പറ്റുന്നില്ല. All citizens are not treated equally. The government is not responsive to people's needs. അപ്പൊ ചില കാര്യങ്ങളിൽ നമുക്ക് തോന്നും ദ ഗവൺമെന്റ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ അല്ലെ, കുറച്ച് കാര്യങ്ങൾ ഗവൺമെന്റും ചെയ്യാനുണ്ട്. കാസ്റ്റ് ബേസ്ഡ് സോഷ്യൽ ഇനീക്വാളിറ്റി അല്ലെ, ഇപ്പോഴും അതൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലൈഫ് സ്റ്റൈൽ, കോഡ് ഓഫ് കണ്ടക്ട്, പ്രിസ്ക്രൈബ്ഡ് കസ്റ്റംസ്, ട്രഡീഷണൽസ്, നോംസ്, റിച്വൽസ് ആൻഡ് പ്രാക്ടീസസ്. ഓരോ കാസ്റ്റും ഓരോ രീതിയിലാണ് അല്ലെ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, അവർ കഴിക്കുന്ന ഫുഡ് ഡിഫറെന്റ് ആണ്, അവരുടെ കണ്ടക്ട് അല്ലെ,
അവര് സമൂഹത്തിൽ ഇടപെടുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതുപോലെ തന്നെ അവരെ ആചാരങ്ങൾ ഡിഫറെന്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളുടെ ഈ എന്താ പറയാ കുറെ ഓരോ രീതിയിലുള്ള ആളുകളാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഹൈകാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള റിച്വൽസ് ഉണ്ടായിരിക്കും. ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ റിച്വൽസും പ്രാക്ടീസസും ഫുഡ് അല്ലെ, അതൊക്കെ ഡിഫറെന്റ് ആണ്. The disparity in the society which provides for making available preferences and privileges to some castes and denying the same to other castes. അപ്പോൾ എന്ത് ചെയ്യണം? സൊസൈറ്റി വിച്ച് പ്രൊവൈഡ്സ് ഫോർ മേക്കിംഗ് അവൈലബിൾ പ്രിഫറൻസ്, അതായത് പ്രിവിലേജ്ഡ് കാസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഈ ഹൈ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ഒരു റിച്വൽസിനും അവരുടെ രീതികൾക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റുള്ള കാസ്റ്റ് എന്തോ മോശമാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കേരളത്തിന്റെ കേസ് വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്നത്. കേരളത്തിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ലോ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ അവരൊക്കെയാണ് ഇപ്പോ കൂടുതൽ ഹയർ റങ് ഓഫ് ദ സൊസൈറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ അവര് നല്ല എഡ്യൂക്കേറ്റഡ് ആയി ആ ഒരു രീതിയിലല്ല എല്ലായിടത്തും ഉള്ളത്. Children born to parents of the same caste are alone considered as belonging to that caste. എങ്ങനെ ഈ കാസ്റ്റ് ആരെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ അച്ഛനും അമ്മയുടെയും കാസ്റ്റാണ് നമ്മുടെ കാസ്റ്റ് അല്ലെ. കാസ്റ്റ് ഇനീക്വാലിറ്റി ഈസ് എ ഹെറിഡിറ്ററി സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹെറിഡിറ്ററി. ഹെറിഡിറ്ററി മീൻസ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് കാസ്റ്റ്. Jawaharlal Nehru described the caste system as the cancer afflicting the Indian society. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ. ക്യാൻസർ അഫ്ലിക്റ്റിംഗ് ദി ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയെ കാർന്ന് തിന്നുന്ന ഒരു രോഗമാണ്, ക്യാൻസർ ആണ് കാസ്റ്റ് സിസ്റ്റം. Reservation of seats or quota system in higher education and government jobs has benefited the backward caste. അപ്പൊ ഇത് അവര് മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ക്വാട്ടയൊക്കെ കൊടുക്കുന്നത് അല്ലെ. അതായത് SC/ST ക്വാട്ട റിസർവേഷൻ സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത് in order to uplift the backward community. Promoting intercaste marriages on a large scale could demolish the caste structure and increase social inequality. അപ്പം ഈ ഇനീക്വാളിറ്റി, സോഷ്യൽ ഈക്വാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ആണ് ഈ ഇന്റർകാസ്റ്റ് മാരേജസ്. ഓക്കെ, ഐ ഡോണ്ട് നോ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ പറയാ ആളുകൾ വെട്ടിക്കൊല്ലണയൊക്കെ കാലമൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇന്റർകാസ്റ്റ് മാരേജിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയാക്കാം. ജെൻഡർ ബേസ്ഡ് ഇനീക്വാളിറ്റി എന്തൊക്കെയാണ്? ജെൻഡർ അല്ലെ, അത് ബേസ് ചെയ്തിട്ടുള്ള കുറെ ഇനീക്വാളിറ്റിന്റെ എന്തൊക്കെയാണത്? ട്രീറ്റിംഗ് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡിഫറെന്റ്ലി ഇൻ ദ ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വർക്ക് പ്ലേസസ് ആൻഡ് കോമൺ പ്ലേസസ്. ഇപ്പൊ നിങ്ങൾ കുറച്ചു കാലം മുമ്പ് നമ്മുടെ റീമ കല്ലിങ്കലിന്റെ വറുത്ത മീൻ, പൊരിച്ച മീൻ വിവാദം കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. വീട്ടിലുള്ള ആൺകുട്ടികൾക്ക് പൊരിച്ച മീനും പെൺകുട്ടികൾക്ക് കറിയില്ല മീനൊക്കെ കൊടുത്തിരുന്നു, മീനന് കൊടുത്തിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ എന്താണ് ഈ ഒരു ഇനീക്വാളിറ്റി ഗേൾസ് ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ട്, വർക്ക് പ്ലേസസിലുണ്ട്. ഓക്കെ, എവറിഥിങ് ഷീ ഹാസ് ടു ഫേസ് ഡിസ്ക്രിമിനേഷൻ. Unequal opportunities between men and women in education and employment. ജോലിയുടെ കാര്യത്തിലായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു ഡിഫറൻസ് അല്ലെ. പിന്നെ വേജ് പറഞ്ഞ വേതനം, പൈസയുടെ കാര്യത്തിലായാലും ഡിഫറെന്റ് ആണ്. കൺസിഡറിങ് വിമൻ ആസ് വൺസ് പേഴ്സണൽ പ്രോപ്പർട്ടി ആൻഡ് ആൻ ഒബ്ജക്റ്റ് ഓഫ് പ്ലഷർ. സ്ത്രീകളെ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത് ആളുകൾ അല്ലെ. നീ അങ്ങോട്ട് പോകാൻ പാടില്ല അല്ലെ. നമ്മൾ പറയാറുണ്ട്, എനിക്ക് ഗേൾസ് ഒക്കെ തന്നെ പറയാറുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ നല്ല സ്വാതന്ത്ര്യം, എനിക്ക് ഫ്രീഡം ഒക്കെ ഹസ്ബൻഡ് തരാറുണ്ട്. നിങ്ങൾ ജയ ജയ ഹേ എന്നുള്ള മൂവി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ മൂവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹസ്ബൻഡ് പറയുന്നുണ്ട് ഞാൻ അവൾക്ക് നല്ല എന്താ പറയാ നല്ല ഫ്രീഡം ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ ജഡ്ജി ചോദിക്കുന്നുണ്ട് നീ ആരാ അവർക്ക് ഫ്രീഡം കൊടുക്കാൻ? ഓക്കെ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭർത്താവ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവർക്കുള്ള അതേ ഫ്രീഡം തന്നെയാണ് മറ്റേ ആൾക്കും. പിന്നെ ഇയാൾ പുതുതായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇൻ അവർ സൊസൈറ്റി, അത് കേരളത്തിൽ ഏകദേശം എപ്പോഴും അതുപോലെ തന്നെയാണ്. മെൻ ബിലീവ് ദാറ്റ് അവരാണ് എന്ത് ചെയ്യേണ്ടത്, സ്ത്രീകൾക്ക് ഫ്രീഡം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ വിമൻ ആർ നോട്ട് ഈക്വൽ ആസ് ദോസ് ഫോർ വിമൻ അല്ലെ. ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലായാലും കുറച്ച് ഡിസ്പാരിറ്റി ഉണ്ട്. ഇപ്പൊ ഡ്രൈവിംഗ് ജോബൊക്കെ ഒന്നും സ്ത്രീകൾക്ക് പറ്റില്ല, പൊതുവെയുള്ള ഒരു ധാരണയാണ്. ദോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, ഇൻ പ്രാക്ടീസ് ദ പേ ഫോർ വിമൻ ഈസ് ഫൗണ്ട് ടു ബി ലെസ് ദാൻ മെൻ. ഇപ്പോഴും പല ജോലിക്കും സ്ത്രീകൾക്ക് കുറച്ച് പൈസയാണ് കൊടുക്കുന്നത്. വിമൻ ആർ കൺസിഡർഡ് നോട്ട് ഗുഡ് ടു ഡ്രൈവ് ഹെവി ട്രക്സ് അല്ലെ. ബസ് ഡ്രൈവർ ഒക്കെ ആയിട്ട് വന്നാൽ ഇവർക്കൊന്നും പറ്റില്ല അത് അല്ലെ. അങ്ങനത്തെ കുറച്ച് മിസ്കോൺസെപ്റ്റ്സ് ആണ്. ദ റേറ്റ് ഓഫ് എൻറോൾമെന്റ് ഓഫ് ഗേൾസ് ഇസ് കൺസിഡറബിളി ലെസ്. അതുകൊണ്ട് തന്നെ
എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷൻ ലെവലൊക്കെ ഗേൾസ് റെപ്രസെന്റേഷൻ വളരെ കുറവാണ്. ഗേൾസ് ആർ സബ്ജക്റ്റഡ് ടു സെക്ഷൽ ഹരാസ്മെന്റ്. ഇനി എങ്ങാൻ പെൺകുട്ടികൾ ഇതുപോലെ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഫേസ് സെക്ഷൽ ഹരാസ്മെന്റ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ അവരെ പുറത്തു ഇറക്കില്ല. ഓക്കെ. Then women ministers are seldom given powerful portfolios. ഈ മന്ത്രിമാരായ സ്ത്രീകളില്ലേ, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും സ്ത്രീകളായിട്ടുള്ള മന്ത്രിമാർക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത പദവികൾ, അത്ര സെക്ഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. നമ്മുടെ നിർമ്മല സീതാരാമനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ, നിർമ്മല സീതാരാമൻ ഏത് വകുപ്പാണ് ചെയ്യുന്നത്? ഓക്കെ, ഫിനാൻഷ്യൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഷീസ് പവർഫുൾ. ഓക്കെ, എനിവേ ക്ലാസ് എന്താണ്, എന്തെങ്കിലും പറഞ്ഞോ? ഇന്ത്യയില് പിന്നെയും സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇന്ത്യയിൽ അത് മേ ബി ഒരു ആ ഒരു ചീത്തപ്പേര് ഒഴിവാക്കാനായിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ? അങ്ങനെ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നോക്കിയാൽ നമ്മൾ കേരളത്തെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. പുറത്തൊക്കെ 50% റിസർവേഷൻ ഇനി അടുത്ത ഇലക്ഷനിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഹസ്ബൻഡാ ഭരിക്കുന്നത്, ഭാര്യ, അങ്ങനത്തെ കുറെ സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. ഹസ്ബൻഡാണ് കാര്യം. മറ്റേതൊരു ഒപ്പിടാനുള്ള ഒരു സ്റ്റാമ്പ് എന്നുള്ള രീതിയിൽ, റബ്ബർ സ്റ്റാമ്പ് എന്നുള്ള രീതിയിൽ സ്ത്രീകളെ കണക്കാക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ മേ ബി വിത്തിൻ ഫ്യൂ മാറേണ്ടതുണ്ട്. വിത്തിൻ ഫ്യൂ ഡെക്കേഡ്സ് വി കൻ ഹോപ്പ് everything will be changed. Okay. Then class-based inequality, that is economic class. The vocational status of a person depends upon his or her educational attainment and skills. ജോലി കിട്ടുന്നത് നമ്മുടെ സ്കിൽ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് നല്ല ജോലി കിട്ടുള്ളൂ. 3 occupations related layers, namely high class, middle class, lower class. അല്ലെ? അങ്ങനെയാണ് പണത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ തിരിക്കുന്നത്. ഹൈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹെവി ഇൻഡസ്ട്രീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ടോപ്പ് ഓഫീസേഴ്സ്. അല്ലെ? ഭയങ്കര ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഭയങ്കര ഇൻഡസ്ട്രി ഒക്കെ ഉള്ള ആളുകളാണ് ഹൈ ക്ലാസ് പീപ്പിൾ, നമ്മൾ അംബാനിയെ പോലെയൊക്കെ. ദ മിഡിൽ ക്ലാസ് എങ്ങനെയാണ്? നോളജ് റിലേറ്റഡ് സർവീസസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്, ഗവൺമെന്റ് ജോബ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ള ആളുകൾ, പഠിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് മിഡിൽ ക്ലാസ്. ലോവർ ക്ലാസ് മാനുവൽ ലേബേഴ്സ്, അല്ലെ? അതായത് സാധാരണ പണികൾ ചെയ്യുന്ന, കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് ലോവർ ക്ലാസ് പീപ്പിൾ. ക്ലാസ് ഡിഫറൻസസ് ആർ ബേസ്ഡ് ഓൺ ഇൻകം ആൻഡ് ഇക്കണോമിക് ഡിസ്പാരിറ്റീസ്. ഇൻകത്തിന്റെയും ഇക്കണോമിക് ഡിസ്പാരിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ് തിരിക്കുന്നത്. ത്രൂ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ്സ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ സ്കിൽസ് ദ വൊക്കേഷണൽ സ്റ്റേറ്റസ് ഓഫ് എ പേഴ്സൺ റൈസസ്. ഇപ്പൊ ഈ ലോവർ ക്ലാസ്സിലുള്ള ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് മിഡിൽ ക്ലാസ്സിലൊക്കെ എത്താൻ, വേണമെങ്കിൽ ഹൈ ക്ലാസ്സിലും എത്താൻ പറ്റും. എഡ്യൂക്കേഷൻ can change everything. Steps may be taken to reduce the class struggle in the society. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൊസൈറ്റിയിലുള്ള ഈ ക്ലാസ് സ്ട്രഗിൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പ്രൊവൈഡിങ് വൊക്കേഷണൽ ട്രെയിനിങ് ആസ് എ പാർട്ട് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. അത് നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സ്വപ്നമാണ്. അതായത് ജനറൽ എഡ്യൂക്കേഷന്റെ കൂടെ ഒരു വൊക്കേഷൻ പഠിപ്പിക്കാം, ഒരു ജോലി പഠിപ്പിക്കാം. ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഇൻ ദ പോപ്പുലേഷൻ. കൂടുതൽ ആളുകളെ വിദ്യാസമ്പന്നരാക്കുക, ജോലി കിട്ടും. Then granting liberal loans through banks. പഠിക്കാനായിട്ട് എഡ്യൂക്കേഷണൽ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. മോഡേണൈസിങ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ ലേബർ ലോസ്. അതുപോലെ തന്നെ നമ്മുടെ ലേബർ ലോ പറഞ്ഞു വെച്ചാൽ തൊഴിൽ നിയമങ്ങൾ, അതൊക്കെ അപ്ഡേറ്റഡ് ആക്കുക. ടാക്സിംഗ് ദ ഹൈ ഇൻകം ഗ്രൂപ്പ് ബൈ ഇൻക്രീസിംഗ് ദ ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ് റേറ്റ്സ്. അല്ലെ? അതായത് ഈ ഡിസ്പാരിറ്റി കുറയ്ക്കാനായിട്ട് കൂടുതൽ ഇൻകം ഉള്ള ആളുകൾക്ക് കൂടുതൽ ടാക്സ് ചുമത്തുക. അപ്പൊ അവരുടെ ഇൻകം കുറയൂലോ, അങ്ങനെ ഒരു ഡിസ്പാരിറ്റി ഇല്ലാതെയാവും, ഈക്വൽ ആവും ആളുകൾ. എൻഹാൻസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അപ്പൊ കൂടുതൽ എക്കണോമിക്കലി ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഹൈ സ്റ്റേറ്റസിലേക്ക് എത്തും. പ്രൊമോട്ടിംഗ് ഓൺട്രപ്രണർഷിപ്പ് എമംഗ് ദി എഡ്യൂക്കേറ്റഡ് യൂത്ത്സ്. അല്ലെ? ആളുകൾക്ക് സ്വയം സംരംഭം, സ്റ്റാർട്ടപ്പിനൊക്കെ ഉള്ള അവസരം കൊടുക്കുക. അവർക്കും നാളെ ഒരു അംബാനിയൊക്കെ ആയിട്ട് മാറാൻ പറ്റും. ഡിഫറെന്റ് എക്സാമ്പിൾസ് ആർ there. Then providing for labor representations in the administration of industrial units. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സും അഡ്മിനിസ്ട്രേഷനിലൊക്കെ ലേബർ റെപ്രസെന്റേഷൻ, അതായത് തൊഴിലാളിയുടെ റെപ്രസെന്റേഷൻ ഉണ്ടാവുക. കാരണം അവരുടെ കൂലി ഒക്കെ പരിഗണിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഉയർത്തുന്നതിനും വേണ്ടിയിട്ട്. ഇനീക്വാലിറ്റി റിലേറ്റഡ് ടു റീജിയൻസ്.
All states in India are not equally developed. നമുക്കറിയാതെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെയല്ല. The main indices of progress like generation of electricity, food production, transport and communication facilities, educational and medical facilities, etc. ഇതിന്റെ എല്ലാ കാര്യത്തിലും പല രാജ്യങ്ങളും വ്യത്യസ്തരാണ്. മീൻസ് സംസ്ഥാനങ്ങൾ കേട്ടോ, സോറി, രാജ്യങ്ങളല്ല, സംസ്ഥാനങ്ങൾ. Urban areas are plenty of all kinds of facilities. അല്ലെ? അപ്പം urban സിറ്റികളിൽ എല്ലാ ഫെസിലിറ്റികൾ ഉണ്ടാവും. റൂറൽ ആയി പോകുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, പിന്നെ അതുപോലെ തന്നെ അവിടേക്ക് ബസ് ഉണ്ടാവില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടില്ല, എപ്പോഴും കാളവണ്ടിയിൽ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. Then rural areas still lack even essential facilities of life. അല്ലെ? അതുപോലെ തന്നെ വേണ്ടത്ര ഫെസിലിറ്റികളൊന്നും റൂറൽ ഏരിയക്കാർ അനുഭവിക്കുന്നില്ല. ബീഹാർ, ഒഡീഷ, ഉത്തർപ്രദേശ് എക്സെട്ര ആർ ബാക്ക്വേർഡ്. ഇപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ ഈ സംസ്ഥാനങ്ങൾ വളരെ ബാക്ക്വേർഡാണ്. തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും അവർ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്. എഡ്യൂക്കേഷൻ ടു എലിമിനേറ്റ് സോഷ്യൽ ഇൻഇക്വാളിറ്റി. ഇതൊക്കെ നമുക്ക് എഡ്യൂക്കേഷനിലൂടെ മറികടക്കാം. എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അറ്റ് ഓൾ ലെവൽസ് ഷുഡ് ബി അവർ ഗോൾ. School education should be provided free of cost to all children. No child should be allowed to give up due to poverty. അല്ലെ? പോവർട്ടി കാരണം ആരും പഠിക്കാതിരിക്കരുത്. ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുക. ഫ്രീ എഡ്യൂക്കേഷൻ ടു ദ മാർജിനലൈസ്ഡ്. അല്ലെ? സ്ത്രീകൾക്കും അതുപോലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഷുഡ് ബി മെയ്ഡ് ഇൻ ഹയർ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഓഫ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീനെയും മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീനെയും ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് റിസർവേഷൻ കൊടുക്കുക. A quality education should be established. A common education system should be implemented in all schools across the country. രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം, ആ ഒരു നയം കൊണ്ടുവരാം. Every child should have access to primary school within a distance of 2 kilometers from their home and a high school within 5 kilometers. The central government should advise all states in this regard and provide financial assistance if needed. ഓരോ 2 കിലോമീറ്റർ ചുറ്റളവിലും ഒരു പ്രൈമറി സ്കൂളും 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സെക്കൻഡറി സ്കൂളും ഉണ്ടായിരിക്കണം. അതിൽ ഉണ്ടാക്കേണ്ട സ്റ്റേറ്റ് ആണ്. അതിനുള്ള ഫിനാൻഷ്യൽ എയ്ഡ് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം. എഡ്യൂക്കേഷൻ ടു എലിമിനേറ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? പ്രൊവൈഡിങ് ഫ്രീ മിഡ് ഡേ മീൽസ് ടു ഓൾ ചിൽഡ്രൻ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ, അതാണ് പെട്ടെന്ന് വായിക്കുന്നത്. അപ് ടു 10th സ്റ്റാൻഡേർഡ് ഫ്രീ ഹോസ്റ്റൽസ് ഫോർ SC ആൻഡ് ST. മിഡ് ഡേ മീൽ പ്രൊവൈഡ് ചെയ്യുക. സെപ്പറേറ്റ്ലി ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് അഡിക്വേറ്റ് ഫെസിലിറ്റീസ്. അതുപോലെ തന്നെ ഹോസ്റ്റൽ SC ST സ്റ്റുഡൻസിന് ബോയ്സ് ആൻഡ് ഗേൾസ് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുക, എല്ലാ ഫെസിലിറ്റിയോടും കൂടെ. ഫ്രീ ടെക്സ്റ്റ് ബുക്ക്, സ്റ്റേഷനറി ആൻഡ് സ്കൂൾ യൂണിഫോംസ് ഷുഡ് ബി ഗിവൺ ഫോർ ഓൾ സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. അതുപോലെ എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ടെക്സ്റ്റ് ബുക്കും യൂണിഫോമും മറ്റു കാര്യങ്ങളും അക്സസറീസും പ്രൊവൈഡ് ചെയ്യാം. റിമൂവിംഗ് റീജിയണൽ ഇംബാലൻസസ്. Financial assistance shall be provided to educationally backward states like Odisha, Bihar, Jharkhand, etc. നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക്വേർഡ് നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ എന്താ പറയാ സ്ട്രെസ് കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. Schools with adequate facilities should be opened in the rural areas. Roads and other infrastructural facilities should be enhanced. ഇപ്പൊ റൂറൽ ഏരിയയിൽ നിന്ന് വരാനായിട്ട് ഒന്നുകിൽ ഹോസ്റ്റൽ സെറ്റപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല റോഡോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. പ്രൊമോട്ടിംഗ് വിമൻസ് എഡ്യൂക്കേഷൻ. More number of institutions should be established. Only women teachers should be appointed in schools up to standard 5. 5ാം ക്ലാസ് വരെ സ്ത്രീകളെ അപ്പോയിന്റ് ചെയ്യുക. കാരണം ഈ ലേഡി ടീച്ചേഴ്സിന് കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആവത്ര കുട്ടികളായിട്ട്. അതുകൊണ്ടാണ് ലേഡി ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഫ്രീ സൈക്കിൾ ആൻഡ് ലാപ്ടോപ്സ് പ്രൊവൈഡ് ചെയ്യുക. Should be provided to higher secondary school students, providing marriage assistance up to 25,000. അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്ന ആളുകൾക്ക്. അപ്പൊ അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ. തോൽക്കുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക, അതില്ലാതെയാക്കുക. Making available scholarship and educational loans, provide bank loans at nominal rates of interest to poor students pursuing higher education. അതായത് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക ഹയർ എഡ്യൂക്കേഷന് വേണ്ടി. സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി വൊക്കേഷണലൈസ്ഡ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറീസ് സ്ഥാപിക്കുക, ഏതെങ്കിലും ഒരു ജോലി പഠിപ്പിക്കുക ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലൂടെ.
Then work experience should be made an integral part of education at levels. ക്രാഫ്റ്റ് അങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അങ്ങനത്തെ കുറെ വർക്ക് എക്സ്പീരിയൻസുകളൊക്കെ. അപ്പൊ അതൊക്കെ അവർക്ക് ജീവിതമാർഗമായിട്ട് വേണമെങ്കിൽ മാറ്റാം. In all private schools, public schools and special public schools functioning in hill stations, 25 of the seats should be reserved for qualified students living in the neighborhood at free of cost. അപ്പം എല്ലാ തരത്തിലും ഹിൽ സ്റ്റേഷനിലൊക്കെ, ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീൽഗ്രീസും അതുപോലെ അവിടെയൊക്കെ നല്ല സ്കൂളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ ഊട്ടിയിലൊക്കെ ഉള്ള സ്കൂളുകളില്ലേ, അപ്പൊ എങ്ങനെയായാലും അവിടുത്തെ 25% എന്ത് ചെയ്യണം, അവിടെ റൂറൽ ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. അപ്പൊ അവർക്കും സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ കിട്ടും. Now the central government has started reimbursing fees according to a standard scale. അപ്പം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ്, അതായത് ഇവർക്ക് സ്കൂളുകൾക്ക് നഷ്ടമൊന്നുമില്ല, കാരണം ഇവർക്കുള്ള ഫീസ് ആര് കൊടുക്കുന്നുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ടു എലിമിനേറ്റ് സോഷ്യൽ ഇൻഇക്വാളിറ്റി, ഏതൊക്കെ എത്രയും കുറച്ചുകൂടെ കാര്യം പറയുന്നുണ്ട്. അഡ്മിറ്റ് സ്റ്റുഡൻസ് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലിജിയൻ ആൻഡ് ക്ലാസ്. കുട്ടിയുടെ ജാതി അനുസരിച്ചിട്ടോ മതം അനുസരിച്ചിട്ടോ ഒന്നുമല്ല അഡ്മിഷൻ കൊടുക്കേണ്ടത്. In government aided schools except the religious and linguistic minority institutions, appointment of teachers as well as admission of students based on caste and religion should be forbidden. ഈ ഒരു ക്ലോസ് പലപ്പോഴും മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നതും ആയിട്ടുണ്ട്. അതായത് ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യുന്ന സ്കൂളാണെങ്കിൽ അവർക്ക് അവരുടെ രീതിയിലുള്ള അപ്പോയിന്റ്മെന്റും അഡ്മിഷനും നടത്താം എന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചിയിലുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി. അപ്പൊ എന്തായാലും അല്ലാത്ത സ്ഥലത്ത് അല്ലെ, ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി പാടില്ല. In all residential schools and students hostels, students from all sections of the society should be admitted without any reservation. ഇനി ഹോസ്റ്റലിലും അതുപോലെ തന്നെ എന്താ പറയാ റെസിഡൻഷ്യൽ സ്കൂളിലൊക്കെ എല്ലാ കുട്ടികളെയും അഡ്മിറ്റ് ചെയ്യാം. By expanding distance education and open education system, education could be made to reach all sections of the society. ഇപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട് അല്ലെ, ഹയർ എഡ്യൂക്കേഷൻ ലെവല്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പോളിസി, എല്ലാവർക്കും പഠിക്കാം, ഇപ്പൊ ജോലിയുടെ ഒപ്പം പഠിക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. By including gender education in the school curriculum, attitude of entertaining gender discrimination could be significantly reduced. അതുപോലെ തന്നെ സ്കൂളിലും പബ്ലിക് പ്ലേസസിലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം റിഡ്യൂസ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഫോർ ദ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, സം സോഷ്യൽ ഗ്രൂപ്പ്സ്, അതായത് ഔട്ട്കാസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ലോ കാസ്റ്റ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ആൻഡ് ദോസ് എൻഗേജ്ഡ് ഇൻ സം കാറ്റഗറീസ് ഓഫ് ജോബ്സ്, അതായത് സ്കാവെഞ്ചിങ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ആർ ഇൻക്ലൂഡഡ്, അവരെയും മെയിൻ ഗ്രൂപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇൻ ഇന്ത്യ, ആദിവാസീസ്, nomadic tribes, sanitary and tannery workers are significant among them. അപ്പൊ അതുപോലെ ആദിവാസികളെയും ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് കൂടുതൽ റിസർവേഷൻ കൊടുക്കുക. എന്താണ് മാർജിനലൈസ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, in a society excluding one or more groups of people who are perceived by the dominant social groups as not so important, powerless, or without useful function from the mainstream of the society and making them accept their inferiority is called marginalization. It's a definition of marginalization. അതായത് ചില സോഷ്യൽ ഗ്രൂപ്പിനെ നിങ്ങളൊക്കെ പവർലെസ് ആണ്, നിങ്ങളോടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി നിർത്തുക. അപ്പൊ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആ സോഷ്യൽ ഗ്രൂപ്പിന് ഉണ്ടായിരിക്കും. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് മാർജിനലൈസേഷൻ. Those who are perceived as undesirable or useless by the dominant social groups are marginalized. അപ്പോ ഡൊമിനന്റ് സോഷ്യൽ ഗ്രൂപ്പ് എങ്ങനെ പറയാ, ദേ ആർ അൺഡിസൈറബിൾ, അവരങ്ങനെ ആവശ്യമില്ല, ഈ സൊസൈറ്റി അവരില്ലെങ്കിൽ കടന്നു പോകും, യൂസ്ലെസ് പീപ്പിൾ അല്ലെ, ഇങ്ങനെയാണ് മാർജിനലൈസ്ഡ് പീപ്പിളിനെ പറയുന്നത്. പീറ്റർ ലിയോണാർഡ് ഡിഫൈൻസ് മാർജിനാലിറ്റി ആസ് ബീയിങ് കട്ട് ഓഫ് ഫ്രം ദ മെയിൻ സ്ട്രീം ഓഫ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അല്ലെ. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയിൽ നിന്ന് അതിനവര് വേണ്ട അല്ലെ, അതായത് ഈ സമൂഹം റൺ ചെയ്യാൻ അവര് വേണ്ട എന്നുള്ളൊരു തോന്നല് ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. അതുകൊണ്ടാണ് they are marginalizing this group. പക്ഷെ നമുക്കറിയാം എല്ലാ രീതിയിലുള്ള ജോബ് ഇവരാ ചെയ്യുന്നത്, അവരില്ലെങ്കിൽ തന്നെ സമൂഹം ഉണ്ടാവില്ല. Then characteristics of marginalized social groups, subjected to social differentiation by the people of the majority group in the society and are expected to obey others. Like മറ്റുള്ളവരെ അനുസരിക്കാനായിട്ടുള്ള ആളുകളാണ് ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ. Different physical activities and cultural behavior, they do not get social recognition. എന്ത് ചെയ്താലും ഒരിക്കലും ആരും അവരെ അംഗീകരിക്കില്ല. People of such minority groups
develop a kind of unity and collective identity among themselves, and act as a group to face and common challenges collectively. അതുപോലെ തന്നെ അവർക്കൊരു അങ്ങനത്തെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പിന്, ഒരു മൈനോറിറ്റി ആയിരിക്കും മിക്കവാറും മാർജിനലൈസ്ഡ് പീപ്പിൾ, അവർക്കൊരു കളക്റ്റീവ് ഐഡന്റിറ്റി അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവര് എല്ലാ ചലഞ്ചസും സ്വന്തമായിട്ടാണ് നേരിടുന്നത്. പക്ഷേ ദേ ആർ നോട്ട് അറ്റ് ഓൾ ട്രൈങ് ടു മൂവ് അപ്വാർഡ്. ദേ ആർ ദ നോംസ് ടു ഡിഫൈൻ ഹു ആർ ഓൾ ഇൻക്ലൂഡഡ് ഇൻ ദെയർ ഗ്രൂപ്പ്, അല്ലെ? അപ്പോ അവർക്ക് കുറെ നോംസ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറെ ആചാരങ്ങൾ, കോമൺ ആയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജോലികളും ഒക്കെ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും. ദേ ഷോ ഇൻട്രസ്റ്റ് ടു മാരി ഓൺലി ദോസ് ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്സ്, അല്ലെ? വേറെ ജാതിയിൽ നിന്ന് അവർക്ക് പെണ്ണ് കൊടുക്കില്ല. അപ്പൊ അവരുടെ ജാതിയിൽ തന്നെ കല്യാണം കഴിക്കുക. അവരെപ്പോഴും മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കും. Generally allocated at the outskirts of villages and towns and remain highly unhygienic without any basic amenities. ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും അൺഹൈജീനിക് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അവശ്യ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മാൽന്യൂട്രീഷൻഡ് ആയിരിക്കും. ഇതുപോലെ തന്നെ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും വില്ലേജസിലൊക്കെയാണ് ദിസ് മാർജിനലൈസ്ഡ് പീപ്പിൾ ആർ ഡ്വെല്ലിംഗ്. പിന്നെ ആരൊക്കെയാണ് ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ? വിമൻ, ഡിഫറെന്റ്ലി ഏബിൾഡ്, ദളിറ്റ്സ്, സ്കെഡ്യൂൾഡ് ട്രൈബ്സ്, ഓൾഡ് പീപ്പിൾ. അപ്പൊ അവരെ മാർജിനലൈസ്ഡ് ആണ്, അവരെ നമ്മൾ ഒഴിവാക്കാൻ. ഓർഫൻ ചിൽഡ്രൻ, ട്രാൻസ്ജെൻഡർ ഓർ ബൈസെക്ഷൽ പീപ്പിൾസ്, ദെൻ ലേപ്പേഴ്സ് ആൻഡ് അതർ സ്കാവെഞ്ചിങ് വർക്ക് ചെയ്യുന്ന ആളുകൾ, ദെൻ ബെഗേഴ്സ്. ദെൻ എഡ്യൂക്കേഷൻ ഓഫ് ദ ദളിറ്റ്സ്. ഈ ദളിറ്റ്സ് എങ്ങനെയാണ് അവരുടെ എഡ്യൂക്കേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബിഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ദളിറ്റ്സ് were considered as untouchables and pushed to the margin of the society and made to live in unhygienic. അല്ലെ? ഈ ദളിറ്റ്സിനെ ഒരിക്കലും എഡ്യൂക്കേറ്റഡ് ആക്കാൻ ആളുകൾ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ, അല്ലെ, പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അവര് KR നാരായണന്റെ ഒക്കെ ജീവിതം, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലത്ത് എഡ്യൂക്കേറ്റഡ് ലോവർ കാസ്റ്റിലുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് ചെയ്ത് അവരുടെ ചെവിയിൽ ഈയം ഉരുക്കിയായിരുന്നു അത്ര. ഓക്കെ, അവർ പിന്നെ ചെവി കേൾക്കണ്ട എന്നുള്ള മട്ടില്. അപ്പൊ അവര് അതുകൊണ്ട് തന്നെ മാർജിനലൈസ്ഡ് ആയി ദേ ആർ ലിവിംഗ് ഇൻ അൺഹൈജീനിക് കണ്ടീഷൻസ്. സ്ലംസ് യൂഷ്വലി ലൊക്കേറ്റഡ് അറ്റ് ദി ഔട്ട്സ്കേർട്സ് ഓഫ് വില്ലേജസ്, അല്ലെ, ചേരികളിലാണ് അവർ താമസിക്കുന്നത്. Dalit population in India is about 20.14 crores. It constitutes 16.6% of India's population. Educational facilities provided to Dalits. എന്തൊക്കെയാണത്? അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്? ഫ്രീ എഡ്യൂക്കേഷൻ അറ്റ് ഓൾ ലെവൽസ്, ഫ്രീ റെസിഡൻഷ്യൽ ഹോസ്റ്റൽ സെപ്പറേറ്റ്ലി ഫോർ ദളിത് ബോയ്സ് ആൻഡ് ഗേൾസ്. എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നു. ഇൻ റൂറൽ ഏരിയ, സെപ്പറേറ്റ് സ്കൂൾസ് ഫോർ ദളിറ്റ്സ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ആർ പ്രൊവൈഡഡ് ഫ്രീ ടെക്സ്റ്റ് ബുക്ക്, സ്റ്റേഷനറി, യൂണിഫോംസ് ആൻഡ് മിഡ് ഡേ മീൽസ്. എല്ലാ സൗകര്യങ്ങളും റൂറൽ ഏരിയയിലാണെങ്കിൽ ചെയ്തു കൊടുക്കണം. അത് നിയമം പറയുന്നതാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നതാണ്. റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോഴും ഉണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ ഇവർക്ക് റിസർവേഷൻ ഈസ് പ്രൊവൈഡിങ്. അവാർഡ് ഓഫ് പ്രൈസസ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ് ഫോർ ദോസ് വിത്ത് ഗുഡ് എഡ്യൂക്കേഷണൽ പ്രൊഫിഷ്യൻസി. അവര് എങ്ങനെ മുന്നോട്ട് വരാൻ വേണ്ടി അവർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാം. ഹൈ മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രോത്സാഹനം പ്രൊവൈഡ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഓഫ് സ്കെഡ്യൂൾഡ് ട്രൈബ്സ്, ST സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ. മോസ്റ്റ് ഓഫ് ദി ആദിവാസി ഇൻഹാബിറ്റൻസ് ഇൻ ദി നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ആദിവാസി ട്രൈബുകൾ ഉള്ളത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ്. ഹിൽ ഏരിയ അവിടെയാണല്ലോ കൂടുതൽ. 87.7% of the population of Nagaland, 85.5% of Meghalaya, 94.7% in Mizoram, 68.7% in Arunachal Pradesh, and 1% in Tamil Nadu. ഇവരൊക്കെ ട്രൈബൽ പീപ്പിൾ ആണ്. According to the census of 2011, literacy rate among the ST is 66.07 and 58.96 among the scheduled tribes. Okay. അപ്പൊ SC ആയിട്ടുള്ള ആളുകൾക്ക് 66.7 ലിറ്ററസി ഉണ്ട്. ഇന്നത്തെ 2011 സർവേ പ്രകാരം ST ആയിട്ടുള്ള 58, ഏകദേശം പകുതി ആളുകളെയാണ് ലിറ്ററൽ ആയിട്ട്, അതായത് എഴുതാനും വായിക്കാനും അറിയും. ലിറ്ററസി റേറ്റ് എമംഗ് ദി സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ തമിഴ്നാടു ഇസ് 54.3%. തമിഴ്നാടുവിൽ ഇതിന്റെ നിരക്ക് 54.3% ആണ്. വളരെ കുറവാണ് വെൻ കമ്പാരിറ്റീവ്ലി ടു ദി ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. Nagaland and in Northeast India has a literacy rate of 80.11%. മെയിൽസിന് അത് എത്രയാണ്? 83.29%. ഫീമെയിൽസിന് 76.69. അപ്പൊ അതിലും കുറവ് ഡിസ്പാരിറ്റി ഈസ് ദെയർ.
It has adopted English as the official language in 1967. Nagaland's official language English. Then it has an area of 16,579 kilometers and population of 22.75 lakhs. 2012 കണക്കാണ്. അതുപോലെ തന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് വാസ് ഫൗണ്ട് ടു ബി ഹൈ. ഈ ST കുട്ടികളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവർ മിക്കവാറും സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ആണ്. അവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഈ ട്രൈബ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ്. ട്രൈബൽസ് ഹാവ് ഓൺലി സ്പോക്കൺ ലാംഗ്വേജ്, ദേ ഡു നോട്ട് ഹാവ് സ്ക്രിപ്റ്റ്സ്, ഗ്രാമർ ഓർ ലിറ്ററേച്ചർ. അവർക്കൊരു എഴുത്ത് ഭാഷ ഉണ്ടാവില്ല. അപ്പൊ വേറൊരു ഭാഷയിൽ പഠിപ്പിക്കുമ്പോൾ അവർ ആദ്യം ആ ഭാഷ പഠിച്ചെടുക്കണം. ഇറ്റ് വിൽ ബി സോ ഡിഫിക്കൽട്ട് ഫോർ ദം. ലൈഫ് സ്റ്റൈൽ, ഹണ്ടിങ്, ഗാദറിംഗ്, സെല്ലിംഗ് ഹെർബൽസ്, ലീവ്സ് ആൻഡ് റൂട്ട്സ്, ഹണി കത്തിങ്, ട്രീസ് മെയിൻ്റനൻസ്, അല്ലെ, ഇതൊക്കെയാണ് അവരുടെ ഒരു പാരമ്പര്യ ജോലി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊന്നും പഠിപ്പ് ആവശ്യമില്ല. ആൻഡ് ദേ ആർ കണ്ടിന്യൂയിങ് ദാറ്റ് കൈൻഡ് ഓഫ് ജോബ്. ഫോറസ്റ്റ് ഏരിയയിലാണ് അവർ ഉണ്ടാവുന്നത്. ദേ ലിവ് ഇൻ ഹാംലെറ്റ്സ് വിച്ച് ആർ വൈഡ്ലി സ്കാറ്റേർഡ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് വെരി ലെസ്, അല്ലെ. അതുപോലെ എന്താ കാട്ടിലൊക്കെയാണ് അവർ ജീവിക്കുന്നത്, ചെറിയ കുടിലുകളിലൊക്കെയാണ്. അപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം മാർജിനലൈസ്ഡ് ആണ്. Problems in education of tribals. The instruction provided in schools, എങ്ങനെയാണ് in their opinion, is not useful for the day-to-day life. അവരുടെ ജോലി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹണ്ടിങ്ങും അതുപോലെ തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞ ഹെർബൽസും റൂട്ട്സും ഒക്കെ കഴിക്കലൊക്കെയാണ്. അതിന് ഈ പഠിപ്പ് ആവശ്യമില്ല. ദിസ് ഇസ് ദെയർ ഒപ്പീനിയൻ. A lack of trained tribal teachers. ട്രൈബൽ ടീച്ചേഴ്സും കുറവാണ്. Fear that learning through other languages will upset their way of life. They prefer their isolation in forests with their own music and dance, unwilling to change their lifestyle. പിന്നെ വേറൊരു ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ അവര് സ്വന്തം നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ട്രഡീഷൻ ഉണ്ട്, എവറിഥിങ് ഈസ് ദയർ. സോ ദേ ഡു നോട്ട് വാണ്ട് ടു ബി അലൂവ്ഡ് ഡ്യൂ ടു ദ മോഡേൺ എഡ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവര് റെഡിയല്ല എന്താണ് ടു ബി എഡ്യൂക്കേറ്റഡ്. Ways and means of providing education for scheduled tribes. കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, ഒരു 2-3 സ്ലൈഡും കൂടെ ഉണ്ട്. ഓക്കെ, please excuse. Then establishing residential schools in the hilly areas of the tribal people. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് അവരെ ചെയ്യാനായിട്ട് റെസിഡൻഷ്യൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഡെവലപ്പിംഗ് ആക്സസ് പാസ് ടു റോഡ്സ് ടു റീച്ച് ദ സ്കൂൾസ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡുകളൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. To reduce the dropout rate at the school education level, establishing vocational training centers which imparts literacy along with the vocational training. അപ്പോൾ ജോലി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അട്രാക്റ്റഡ് ആയിട്ടെങ്കിൽ അവർ നോർമൽ വിദ്യാഭ്യാസത്തിന് വരും. ലിബറൽ ഫിനാൻഷ്യൽ എയ്ഡ് ടു സ്റ്റുഡൻസ് ഇൻ ദ ഫോം ഓഫ് സ്കോളർഷിപ്പ്. പിന്നെ പൈസ കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവര് അതൊരു ഇൻകം ആണല്ലോ, അതിന് വേണ്ടിയിട്ടും they will be ready to be educated. Provision for special reservation for tribal students in educational institutions. അതുപോലെ അവർക്ക് പ്രത്യേക റിസർവേഷൻ കൊടുക്കുക, ക്വാട്ട കൊടുക്കുക. Bringing all tribal schools under the സർവ ശിക്ഷാ അഭിയാൻ, SSA പ്രകാരം അല്ലെ, എല്ലാവർക്കും വിദ്യാഭ്യാസം 5 to 14 നിർബന്ധിത വിദ്യാഭ്യാസം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഗിവിംഗ് സ്പെഷ്യൽ അലവൻസ് ടു ടീച്ചേഴ്സ് വർക്കിംഗ് ഇൻ ട്രൈബൽ സ്കൂൾസ്. ഹാർഡ് ഏരിയ അലവൻസ് ഒക്കെ ടീച്ചേഴ്സിന് കൊടുക്കുക, എന്നാലാണ് അവർ അവിടെ പോയി വർക്ക് ചെയ്യാൻ റെഡി ആവുള്ളൂ. Giving short-term training in teaching to tribal youths and involving them in tiny villages to teach children on a contract basis. അതുപോലെ തന്നെ ഷോർട്ട് ടേം ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക ടീച്ചേഴ്സിനൊക്കെ. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനത്തെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പ്രത്യേക ഒരു ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കോൺട്രാക്ട് ബേസിസിൽ അവരെ അപ്പോയിന്റ് ചെയ്യുക. Through the integrated tribal welfare board, the following activities may be undertaken. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ട്രൈബൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ ഡെവലപ്പിംഗ് അവയർനെസ് എമംഗ് ദ ട്രൈബൽസ് അബൌട്ട് ദ നീഡ് ഓഫ് ദി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷന്റെ ആവശ്യകത എന്താണെന്നുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. പ്രൊവൈഡിംഗ് ഫങ്ഷണൽ ലിറ്ററസി റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, മാർക്കറ്റിംഗ്, മെഡിസിനൽ ഹെർബ്സ്, ഹണി ആൻഡ് അരോമാറ്റിക് മെറ്റീരിയൽസ് ദാറ്റ് ആർ കളക്റ്റഡ്. അതുപോലെ തന്നെ അവര് ചെയ്യുന്ന ജോലി അല്ലെ, അതിന്റെ എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതായത് അതുമായിട്ടൊരു ബന്ധമില്ലാതെ ആകുമ്പോഴാണ് അവർ വിചാരിക്കുന്നത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് എ വേസ്റ്റ്. അല്ലാതെ അവർ ചെയ്യുന്ന ഇതിനെ കുറച്ചും കൂടെ എന്താ പറയാ ഫങ്ഷണൽ ആക്കാനും പ്രൊഫഷണൽ ആക്കാനും എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ they will be attracted to education. ഇനി സ്ത്രീ വിദ്യാഭ്യാസം. കേരള ആൻഡ് മിസോറാം which have attained 100% literacy among the females. രാജസ്ഥാനില് 52.12%,
ഓവറോൾ പെർസെന്റ് ഓഫ് ലിറ്ററസി ഇൻ ഇന്ത്യ എത്രയാണ്? സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ കണക്കിൽ 81.3% for men and 65.4% for women. Huge disparity is there, right? നമ്മൾ കേരളത്തിന്റെ പോലെയല്ല. In Tamil Nadu, average literacy rate is 80.33%. അതിൽ പുരുഷന്മാര് 86.81% ആണ്, സ്ത്രീകൾ 73.86% ആണ്. ഓക്കെ, ഇപ്പോഴും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല. ദിസ് ഇസ് ദ കേസ്. Then measures for improving women's education. ഈ സ്ത്രീ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ഗിവിംഗ് പ്രയോറിറ്റി ടു ഓപ്പൺ ഗേൾസ് സ്കൂൾസ് ആൻഡ് ഹോസ്റ്റൽസ് ഫോർ ഗേൾസ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള സ്കൂളുകളും ഹോസ്റ്റൽസും ഉണ്ടാക്കുക. Giving free bus passes for girls to go to schools and colleges in urban areas, running special buses for women on schools and college working days. നമ്മുടെ തമിഴ്നാടുവിലൊക്കെ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അമ്മ ബസ് എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആണ്. ജോലിക്ക് പോവാ എന്തായിക്കോട്ടെ, സ്ത്രീകൾക്ക് ഫ്രീ ആണ്. Providing free education and textbooks up to 12th standard. Providing free cycle, laptop, school uniform and medical advice for girls studying in the higher secondary classes. അല്ലെ, ഗ്രേറ്റ്. നമ്മളവിടെ എല്ലാരും പഠിക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല അല്ലെ. അപ്പൊ ആളുകളെ അട്രാക്ട് ചെയ്യാൻ, സ്ത്രീകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുണ്ട്. Appointing women teachers in large numbers and deploying only women teachers in girls schools as far as possible. ഗേൾസ് സ്കൂളിൽ സ്ത്രീകളെ മാത്രം അപ്പോയിന്റ് ചെയ്യുക, ബാക്കിയുള്ള സ്കൂളുകളിൽ ലേഡി ടീച്ചേഴ്സിന്റെ എണ്ണം കൂട്ടുക. അങ്ങനെയാണ് പെൺകുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കേണ്ടത്. ഇംപ്രൂവിംഗ് ദ ബേസിക് അബിലിറ്റീസ് നീഡഡ് ഫോർ സ്റ്റുഡൻസ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്. അതുപോലെ തന്നെ സ്കൂളിലും കോളേജസിലൊക്കെ കുട്ടികൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പ്രിവെന്റിംഗ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് ഗേൾസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് വിടാത്തത് മേ ബി ദേ ആർ ഫിയറിംഗ് അബൌട്ട് ദ സെക്ഷൽ ഹറാസ്മെന്റ്. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നല്ല നിയമ നടപടി എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. മെഷേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് വിമൻസ് എഡ്യൂക്കേഷൻ. വിമൻസ് എഡ്യൂക്കേഷൻ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? പാർട്ട് ടൈം എഡ്യൂക്കേഷൻ അല്ലെ, ഹെൽപ്പിംഗ് ഗേൾസ് ടു പാസ് ദ 7th, 10th and 12th സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻസ് ആൻഡ് ഇംപ്രൂവ് ദെയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. അപ്പൊ തുല്യതയൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പിംഗ് വിമൻ ടു ഗെറ്റ് ഡിഗ്രീസ് ആൻഡ് ഡിപ്ലോമാസ് ത്രൂ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് ഇഗ്നോ. ഇപ്പൊ കോളേജിൽ വന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇഗ്നോ വഴി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഈസ് പോസിബിൾ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. General measures providing housing facilities to nominal rent for women teachers near their school area where they work. അതുപോലെ തന്നെ അവര് സ്കൂളിന്റെ അടുത്തോ അല്ലെങ്കിൽ എന്താ പറയാ വർക്ക് ചെയ്യാണ് അല്ലെ, അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്തൊക്കെ അവർക്ക് റെസിഡൻസ് കൊടുക്കുക. ഹോസ്റ്റൽ ആൻഡ് ക്വാർട്ടേഴ്സ് ഫെസിലിറ്റീസ്. Special awards and rewards to teachers who take special interest and care in girls' education. Girls' education importance കൊടുക്കുന്ന ടീച്ചേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുക, അവർക്ക് അവാർഡ്സ് ഒക്കെ കൊടുക്കുക. Allowing teachers to work on part-time basis. ടീച്ചേഴ്സിനെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക, അതായത് ഇവർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി ഗേൾസിന്. Providing financial assistance for education to young widows and women who have been deserted by their husbands. അതുപോലെ തന്നെ എന്തെങ്കിലും വൊക്കേഷണൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ ഒക്കെ കൊടുക്കുക. ആർക്ക് പഠിക്കാനായിട്ട്? വിഡോസിനും അതുപോലെ ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകളെയും എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നും ഭർത്താവിന്റെ തണലിൽ ജീവിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തേ പറ്റൂ. ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണം അല്ലെ, എല്ലാവർക്കും ഇൻകം വേണം എന്നൊക്കെയുള്ള ഒരു സ്ഥിതി കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെ ഏതൊക്കെ ഡിസ്ക്രിമിനേഷൻസ് ആണ് സൊസൈറ്റിയിലുള്ളത്, ആ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നത്, സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് അല്ലെ, അങ്ങനത്തെ മാർജിനലൈസേഷൻ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ കാര്യങ്ങളായിരുന്നു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, ദെൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.